ഹായ് ഓൾ, ഗുഡ് ഈവനിങ് everybody. കാണുന്നു കേൾക്കുന്നു ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഒരുപാട് സന്തോഷം, ഇത്ര പേര് വന്നിട്ടുണ്ട്. നേരത്തെ അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ നമ്മുടെ സൂമിലുള്ള ലൈവ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ആദ്യം തന്നെ ഓർമ്മയിലേക്ക് വരുന്നത് കുറച്ചു മുമ്പ് ഒരു 1 വീക്ക് മുമ്പ് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് രാത്രി ഏതാണ്ട് 1:30 ഒക്കെ സമയമായിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ വീടിന്റെ അടുത്തേക്ക് എത്താൻ നേരത്ത് ആ സമയത്ത് ഇങ്ങനെ എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു വളവുണ്ട്, അവിടെ ആ റൂട്ടിൽ ആ ഭാഗത്ത് ഒരു മോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് ആരാന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അങ്ങനെ കുറച്ചുകൂടെ വണ്ടി അടുത്തേക്ക് വന്ന് ആ സമയത്ത് നോക്കിയപ്പോഴും എനിക്ക് ആളെ കിട്ടുന്നില്ല, ആരാന്ന് മനസ്സിലാവുന്നു. അപ്പോ എൻ്റെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ ആകുമ്പോൾ പൊതുവെ നമ്മൾ അറിയുന്ന ആളുകളാണല്ലോ. അപ്പോ ആരാന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് വണ്ടി കൊണ്ടുവന്ന് വണ്ടി ഇങ്ങനെ പതുക്കെ സ്ലോ ആക്കി ഇങ്ങനെ ആരാന്ന് നോക്കിയ സമയത്താണ് എൻ്റെ കാറിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന മറ്റൊരു കാർ. അത് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് വന്ന് ഈ മോളെടുത്ത് ബ്രേക്ക് ചെയ്ത്, സമയമാണ് ഒരുപാട് വൈകിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇവളെ വണ്ടിയിലേക്ക് വലിച്ചു കയറ്റി. അപ്പോ എന്താ സംഭവിക്കുന്ന അറിയാതെ അങ്ങ് നിൽക്കുക. എൻ്റെ വീട്ടിൽ തൊട്ടടുത്താണ്. അങ്ങനെ ഞാൻ ബാക്കിൽ ഇങ്ങനെ അവരെ ചേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വണ്ടി എടുത്ത് സ്പീഡിൽ പോകുന്ന സമയത്ത് ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പോഴുള്ള ഈ ഒരു ശ്രദ്ധയോട് കൂടി ഇരുന്നാൽ മതി, നമുക്ക് ആരംഭിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. താങ്ക് യു. അപ്പോ നമ്മള് ഹൗ ടു ബിക്കം എ ബ്രാൻഡ് ട്രെയിനർ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഫസ്റ്റ് തന്നെ വേണ്ട ഒരു സാധനമാണ് ഹുക്ക് എന്നുള്ളത്, സ്റ്റാർട്ടിങ്. അപ്പൊ ആ രീതിയിൽ ചുമ്മാ ഒരു ഹുക്ക് ഇട്ടതാണ്. നമുക്ക് കുട്ടികളെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് അവരുടെ ആ ഒരു അറ്റൻഷൻ ആദ്യം തന്നെ കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ആ ഒരു ഹുക്ക് ഇടുന്നത്. അങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇട്ടത് എന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ആരംഭിക്കുക. വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്താൽ വളരെ നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സ്ക്രീൻ ഷെയറിലേക്ക് പോവാം. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഹൗ ടു ബിക്കം എ ബ്രാൻഡ് ട്രെയിനർ എന്നുള്ളതാണ്. സ്ക്രീനിൽ എല്ലാവരും അത് സൂം കറക്റ്റ് കാണുന്ന രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സാറേ സ്ലൈഡ് മാറ്റിക്കോളൂ. സോ പവർ ഓഫ് ട്രെയിനിങ്. നമുക്കറിയാം, അനിമൽസ് ഒക്കെ കാട്ടിലൂടെ അല്ലെ, വളരെ ഇപ്പൊ ഇവിടെ കാണുന്ന അനിമലൊക്കെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള, മനുഷ്യനേക്കാൾ എനർജറ്റിക് ആയിട്ടുള്ള അനിമൽ ആണ്. പക്ഷെ ട്രെയിനിങ്ങിലൂടെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അവിടെയാണ് പവർ ഓഫ് ട്രെയിനിങ് എന്നുള്ളത് വരുന്നത്. ട്രെയിനിങ്ങിലൂടെ നമുക്കതിനെ മാറ്റിയെടുക്കാം. നെക്സ്റ്റ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള എലിഫന്റിനെ വരെ ട്രെയിനിങ്ങിലൂടെ നമ്മുടെ താളത്തിനും നമ്മുടെ രീതിക്കും അനുസരിച്ച് മാറ്റിയെടുക്കും എന്നുള്ളത്. സോ ദാറ്റ് ഈസ് പവർ ഓഫ് ട്രെയിനിങ്. നെക്സ്റ്റ്, ഡോഗ് ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഡോഗിനെ വരെ നമുക്ക് ട്രെയിനിങ്ങിലൂടെ നമ്മുടെ രീതിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്തെടുക്കാം. നെക്സ്റ്റ്, സാറ് സ്ലൈഡ് സ്കിപ്പ് ആയിട്ടില്ലല്ലോ, ഓർഡറിലല്ലേ പോകുന്നത്? ഓക്കെ, സെറ്റ്. സോ ഫസ്റ്റ് പോയിന്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ എ ടീച്ചർ ആൻഡ് എ ട്രെയിനർ. നിങ്ങൾ പലരും ടീച്ചേഴ്സും ഉണ്ടാവാൻ മതി. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ടീച്ചറും ട്രെയിനറും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് പോയിന്റ്, ഇമ്പാർട്ടിങ് നോളജ്. ഒരു ടീച്ചർ എന്നുള്ളത് കുട്ടികൾക്ക് നോളജ് പകർന്നു നൽകലാണ് ടീച്ചറുടെ ഒരു ലക്ഷ്യം എന്നുള്ളത്. അതുപോലെ തന്നെ ആസ്ക് ദം ടു ഡു, അവരോട് ചെയ്യാൻ പറയുന്നു. ഇവാലുവേറ്റിംഗ് നോളജ് ലെവൽ, അവരുടെ അറിവുകള് വിലയിരുത്തുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ളതാണ് മെയിൻലി ടീച്ചറിൽ വരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ട്രെയിനറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗിവിങ് ഇൻസൈറ്റ്. ട്രെയിനർ എന്നുള്ളത് ആളുകൾക്ക് ഒരു ഉൾവെളിച്ചം, അകത്തൊരു വെളിച്ചം, ഒരു സ്പാർക്ക്, തീ കൊളുത്തുന്നതാണ് ട്രെയിനർ. അതുപോലെ തന്നെ മോട്ടിവേറ്റിംഗ്. നമുക്കറിയാം ട്രെയിനർ നമ്മൾ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് വരെ പറയാറുണ്ട്. ഹെൽപ്പിംഗ് ദം ടു പ്ലാൻ. ഒരു ട്രെയിനർ എന്നുള്ളത് അവരെ പ്ലാൻ ചെയ്യും
പ്രോഗ്രാമുകളാണ്. അപ്പൊ ഓരോന്നിലും നമുക്ക് ഇത്തരത്തിലുള്ള ഓരോ ഫംഗ്ഷൻ ആയിരിക്കും, ഓരോ കാര്യങ്ങളായിരിക്കും ചെയ്യാനുണ്ടാവുക എന്നുള്ളതാണ്. ദെൻ മറ്റൊന്നാണ് ട്രെയിനർക്കുള്ള മറ്റു ട്രെയിനറുടെ ഉത്തരവാദിത്തങ്ങളാണ് ബിൽഡിംഗ് കോൺഫിഡൻസ്. നമ്മുടെ മുന്നിലുള്ള ഓഡിയൻസിനെ വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ പവർഫുൾ ആക്കി മാറ്റേണ്ടതും ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ മോട്ടിവേഷൻ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. മറ്റൊന്നാണ് ഷോയിങ് ദം ഹൗ ടു ഡു. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് അത്തരത്തിലുള്ള മോട്ടിവേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഷോയിങ് ദം ഹൗ ടു ഡു. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ദം ടു ചേഞ്ച്. നമ്മുടെ മുന്നിലുള്ള ആളുകളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തന്നെ മാറ്റിയെടുക്കേണ്ടത് ഒരു ട്രെയിനറുടെ ഉത്തരവാദിത്തമായേക്കാം. ഓക്കെ, അപ്പൊ ട്രെയിനറും ടീച്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു ബി ആൻ എഫക്റ്റീവ് ട്രെയിനർ. എങ്ങനെ നമുക്കൊരു എഫക്റ്റീവ് ട്രെയിനറായി മാറാം. ഒരുപാട് ട്രെയിനേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്, നമുക്ക് പരിചയമുണ്ട്, നമുക്കറിയാം, നമ്മളൊക്കെ ട്രെയിനേഴ്സുമാണ്. അപ്പൊ അതെങ്ങനെ കുറച്ചും കൂടെ മോർ എഫക്റ്റീവ് ആക്കി മാറ്റാം എന്നുള്ളതാണ്. സോ അതില് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ട്രെയിനിങ് ഷുഡ് ബി യുവർ പാഷൻ. ഈ ട്രെയിനിങ്ങിനെ നമ്മളൊരു പാഷനായിട്ട്, വെറും ഒരു പ്രൊഫഷനായിട്ട് കാണാതെ പാഷനായിട്ട് നമ്മൾ കണ്ടേ പറ്റും. എങ്കിൽ മാത്രമേ നമുക്കൊരു ഗുഡ് ട്രെയിനറായിട്ട്, ബ്രാൻഡ് ട്രെയിനറായിട്ട് മാറാൻ പറ്റും. അതിനുവേണ്ടി അത്രത്തോളം എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറാവണം. അത്രയും ഇഷ്ടമുള്ള കാര്യമാക്കി മാറ്റണം. മറ്റൊന്ന്, അക്സെപ്റ്റ് യുവർ സെൽഫ് ആസ് എ ട്രെയിനർ. നമ്മൾ തന്നെ സ്വയം നമ്മളൊരു ട്രെയിനറാണ് എന്നുള്ളത് തിരിച്ചറിയണം, ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. അതിനനുസൃതമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും. നമ്മുടെ വായനകള്, നമ്മുടെ മറ്റു പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സെറ്റ് ബിഗ് ഗോൾ. ഞാനൊരു 1 ഇയർ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനറായിട്ട് മാറും, അല്ലെങ്കിൽ 2 ഇയേഴ്സ് കൊണ്ട് ഇത്തരത്തിലുള്ള ട്രെയിനറായിട്ട് മാറും. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ട്രെയിനറായിട്ട് മാറും, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ട്രെയിനറായിട്ട് മാറും, അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ട്രെയിനറായിട്ട് മാറും, അല്ലെങ്കിൽ ബിസിനസ് ട്രെയിനിങ്. ഇങ്ങനെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് വേണം ഈ യാത്ര തുടരാന് എന്നുള്ളതാണ്. ദെൻ ഒരു ട്രെയിനറായി തീരാൻ, ഒരു ബ്രാൻഡ് ട്രെയിനറായി തീരാൻ, പ്രൊഫഷണൽ ട്രെയിനറായി തീരാൻ ഉദ്ദേശിക്കുന്നവര് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അറ്റൻഡ് അറ്റ്ലീസ്റ്റ് ട്രെയിനിങ് സെഷൻസ്. നമ്മൾ മറ്റുള്ളവർ നടത്തുന്ന 10 ട്രെയിനിങ് സെഷൻസുകൾ തന്നെങ്കിലും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. കാരണം ഓരോരുത്തരുടെയും പ്രസന്റേഷൻ കാണുമ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അവരുടെ ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്, സൗണ്ട്, കണ്ടന്റ്, ഇങ്ങനെ പല രീതിയിൽ അവരെ വേ ഓഫ് പ്രസന്റേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോന്നിന്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവർ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഒരു 10 എണ്ണം തന്നെങ്കിലും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഒബ്സർവ് ട്രെയിനേഴ്സ് മെത്തേഡ് ആൻഡ് സ്റ്റൈൽസ്. നമ്മൾ ഓരോ ട്രെയിനേഴ്സിനെയും വാച്ച് ചെയ്യുമ്പോൾ, ഓരോരുത്തരുടെയും പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ മെത്തേഡ്സും സ്റ്റൈലും നമ്മൾ ഒബ്സർവ് ചെയ്യുക. അത് കോപ്പി ചെയ്യുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, അത് ഒബ്സർവ് ചെയ്യുക. അവരുടെ വോയിസ് മോഡുലേഷന്റെ എഫക്റ്റ് എങ്ങനെ ഓഡിയൻസിലേക്ക് വരുന്നു, അവരുടെ ബോഡി ലാംഗ്വേജിന്റെ എഫക്റ്റ് എങ്ങനെ വരുന്നു, അവരുടെ വേ ഓഫ് പ്രസന്റേഷൻ, ഇങ്ങനെ ഓരോന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ മറ്റൊന്ന്, അറ്റൻഡ് ഫോർ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ആദ്യം പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തർ നടത്തുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമിൽ നമ്മളും അവരെ കൂടെ, അല്ലെങ്കിൽ അതിലൊരാളായിട്ട് ജോയിൻ ചെയ്യാം. മറ്റൊന്ന്, അറ്റൻഡ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. എങ്ങനെ ഒരു ട്രെയിനർ ആവാം എന്നുള്ള, നമ്മൾ ഇവിടെയൊക്കെ നടത്തുന്നത് പോലെയുള്ള 4 ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന് തന്നെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യാം. ഹൗ ടു ബിക്കം എ ബ്രാൻഡ് ട്രെയിനർ എന്നുള്ള, ഇത്തരത്തിലുള്ള എങ്ങനെ ഒരു ട്രെയിനർ ആവാം എന്നുള്ള 4 ഇതിലെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്തരത്തിൽ ബാക്കിയുള്ളവരുടെ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹണി ബി പോളിസി എന്നുള്ളതാണ്. നമുക്കറിയാം തേനീച്ചയുടെ പ്രത്യേകത, ഫോം യുവർ ഓൺ യുണീക് സ്റ്റൈൽ. തേനീച്ച പല പൂക്കളിൽ നിന്നും തേനെടുത്തിട്ട് അവർ സ്വന്തമായി അവരുടേതായ രീതിയിൽ തേനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ട്രെയിനറിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇത്. പലരുടെയും പ്രോഗ്രാമുകളും കാര്യങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് അത് കോപ്പി ചെയ്യാതെ നമ്മൾ നമ്മുടെ യുണീക് സ്റ്റൈൽ ഫോം ചെയ്യുക. ഫോം യുവർ ഓൺ യുണീക് സ്റ്റൈൽ.
അപ്പോഴാണ് അതിനൊരു ജീവൻ ഉണ്ടാവുക, അതിനൊരു ലൈഫ് ഉണ്ടാവുക എന്നുള്ളത്. ദെൻ ട്രെയിനിങ് ടൂൾസുകളാണ് ഒരു ട്രെയിനറിന്റെ കയ്യിൽ ഉണ്ടാവേണ്ട ശ്രദ്ധിക്കേണ്ട ടൂൾസുകൾ. കളക്ട് ന്യൂ ഐഡിയാസ് റെഗുലർലി. ഒരു ട്രെയിനർ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, നമ്മളൊരു പ്രോഗ്രാമിന് പോയി അതേ സ്ഥലത്ത് വീണ്ടും പോകുമ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പ്രസന്റേഷനിൽ വരരുത്. അപ്പോഴേക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി, അപ്പോഴേക്ക് ഓഡിയൻസ് പറയും ഇത് മുമ്പ് കേട്ടത് തന്നെയാണ്, ഫുള്ള് പഴയതാണ് എന്നുള്ളത്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ പുതിയ പുതിയ ഐഡിയാസ് റെഗുലർലി കളക്ട് ചെയ്താലേ നടക്കും. പുസ്തക വായനയിലൂടെ, മറ്റാളുകളുടെ പ്രസന്റേഷനിലൂടെ, അതല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസുകൾ നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾ. അതിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ പുതിയ പുതിയ കോഴ്സുകൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, make a lot of experience traveling and interpersonal skills. നമുക്കറിയാം യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഓരോ ട്രെയിനേഴ്സ്, അവര് അവതരിപ്പിക്കുന്ന ഓരോ പോയിന്റുകളും അവർക്ക് കിട്ടുന്ന യാത്രകളിലൂടെ കിട്ടുന്ന അനുഭവങ്ങളായേക്കാം, അതല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽസ്, അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള എക്സ്പീരിയൻസ്, അതിലൂടെയാണ് കണ്ടന്റ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ മേക്ക് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ട്രാവലിംഗ് ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, യാത്രകളിലൂടെയും ആളുകളുമായുള്ള ബന്ധങ്ങളിലൂടെയും എക്സ്പീരിയൻസ്, അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പ്രസന്റേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദെൻ റീഡ് കറന്റ് അഫേഴ്സ്, സെൽഫ് ഹെൽപ്പ് ബുക്സ്, പുസ്തക വായന, അതുപോലെ പത്രവായന, ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് പോയിന്റ്, കീപ് ഡിഫറെന്റ് മൊഡ്യൂൾസ് വിത്ത് യു. വ്യത്യസ്തമായ മൊഡ്യൂൾസ് നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു സമയത്ത് ഓർമ്മയിലേക്ക് വന്നത്, കോഴിക്കോട് ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്, ഒരു ട്യൂഷൻ സെന്റർ ഉദ്ഘാടനത്തിന് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അവിടെ കുട്ടികൾ ഉണ്ടാവും, അവർക്ക് ഒരു 1.5 മണിക്കൂറോളം വരുന്ന ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ സ്റ്റേജിലേക്ക് കയറി PPT ഓൺ ആക്കാൻ നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത് മുന്നിലുള്ളത് ഫുള്ള് പാരന്റ്സ് ആണ്. അപ്പൊ കുട്ടികൾക്ക് എടുക്കേണ്ടതും പാരന്റ്സിന് എടുക്കേണ്ടതും രണ്ടാണ്. അപ്പോ കീപ് ഡിഫറൻസ് മൊഡ്യൂൾസ് വിത്ത് യു. ഒരു ട്രെയിനർ എന്നുള്ളത് വ്യത്യസ്തമായ മൊഡ്യൂളുകൾ നമ്മുടെ കയ്യിൽ വേണം. എങ്ങനെ വീണാലും 4 കാലിൽ ഹാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ മൊഡ്യൂളുകൾ ട്രെയിനറുടെ കയ്യിൽ വളരെ നിർബന്ധമാണ് എന്നുള്ളതാണ്. ദെൻ ട്രെയിനർ ലേൺ ലാംഗ്വേജസ്. നമ്മൾ വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഒരു ഭാഷ പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഭാഷകളിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകൾ ഉണ്ടാവും. തമിഴിൽ വരുന്ന ഡയലോഗുകൾ, ഹിന്ദി ഡയലോഗുകൾ, ഇംഗ്ലീഷ് ഡയലോഗുകൾ, അത്തരം സാധനങ്ങളൊക്കെ കോട്ട് ചെയ്ത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ നമ്മുടെ പ്രസന്റേഷൻ വളരെ ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ലേൺ അബൌട്ട് ടെക്നോളജീസ്. നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ പ്രാധാന്യം, നമ്മുടെ പ്രസന്റേഷന് ജീവൻ നൽകുന്നതാണ് ടെക്നോളജി എന്നുള്ളത്. അതിനോടൊപ്പമുള്ള പ്രസന്റേഷന് വേറൊരു ലൈഫ് തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ സുഹൈർ സാറ് അതിനെക്കുറിച്ചുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി AI എന്നുള്ള അത്ഭുത ലോകത്തെ കുറിച്ച് അതെങ്ങനെ നമുക്ക് പ്രസന്റേഷനിൽ ഉപയോഗിക്കാമെന്ന് വളരെ ഭംഗിയായിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നടത്തുന്നത്. ഏതായാലും അതിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ, നോ ദ ബേസിക് സൈക്കോളജി. ഓക്കെ, ബേസിക് ഓഫ് സൈക്കോളജി, അതായത് നമ്മുടെ മുന്നിലുള്ള ഓഡിയൻസിനെ കുറിച്ച്, മനുഷ്യന്മാരുടെ അടിസ്ഥാന മനഃശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ബേസിക് സൈക്കോളജി. ദെൻ മാനേജ് യുവർ ടൈം. സമയത്തിന്റെ പ്രാധാന്യം ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഞാനിത് വാരി വലിച്ച് പറയുന്നില്ല, ജസ്റ്റ് വായിച്ചു പോകുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പ്രസന്റേഷനിലേക്ക് ആവശ്യമായ ഒരുപാട് മരുന്നുകൾ ഇന്ന് കവർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രസന്റേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ കഥകൾ, ആക്ടിവിറ്റീസ്, കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വേഗത്തിൽ കവർ ചെയ്തു പോവാം. ഗെറ്റ് അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് വലിയൊരു ട്രെയിനർ ആവുക എന്നുള്ളത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളത് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയുമ്പോൾ പലരും നമ്മളെ തളർത്താണ് ചെയ്യുക. നീയോ ട്രെയിനറോ, എങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഗെറ്റ് അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ. ഹൗ ടു പ്രിപ്പയർ ഫോർ എ സെഷൻ. എങ്ങനെ നമുക്കൊരു സെഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നോക്കാം. സോ പ്രിപ്പറേഷൻ അല്ലെ, പ്ലാനിങ്ങിനെ കുറിച്ച് നമുക്കറിയാം. ഇഫ് യു ആർ ഫെയിൽ ടു പ്ലാൻ, യു ആർ പ്ലാനിങ് ടു ഫെയിൽ. നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പരാജയപ്പെട്ടാൽ അതിന്റെ അർത്ഥം പരാജയപ്പെടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് പോലെയാണ്. സോ പ്രിപ്പറേഷൻ, പ്ലാനിങ് എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ വിജയം എന്നുള്ളത്. സോ അതിനു വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോ ദ ഗോൾസ് ഓഫ് ഓർഗനൈസേഷൻ.
നമ്മൾ വിളിക്കുന്ന ഓർഗനൈസേഷന്റെ, നമ്മൾ വിളിക്കുന്ന ടീമിന്റെ ലക്ഷ്യം, നമ്മൾ വിളിക്കുന്നതിലൂടെ ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മുടെ ഉള്ള കണ്ടന്റ് അവിടെ പ്രസന്റ് ചെയ്യാൻ. സോ ഫസ്റ്റ് പോയിന്റ്, നോ ദ ഗോൾ ഓഫ് ഓർഗനൈസേഷൻ. സെക്കൻഡ് പോയിന്റ്, നോ ദ കാറ്റഗറി ഓഫ് ഓഡിയൻസ്. നമ്മുടെ മുന്നിലുള്ള ഓഡിയൻസ് ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ധാരണ വേണം. നമുക്കറിയാം, ഓരോ ടൈപ്പ് ഓഫ് ഓഡിയൻസിനോടും സംസാരിക്കേണ്ട ഭാഷ ഓരോന്നാണ്, അവരോട് സംസാരിക്കേണ്ട കണ്ടന്റ് ഡിഫറെന്റ് ആണ്. അങ്ങനെ ഓരോന്നും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഓഡിയൻസിന്റെ നോളജ് ലെവല്, ഏജ് ലെവല് എല്ലാം തന്നെ നമ്മൾ വിളിക്കുന്ന സമയത്ത് അവരോട് അന്വേഷിക്കണം. അതിനനുസരിച്ച് വേണം നമ്മുടെ പ്രോഗ്രാം പ്ലാൻ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് പോയിന്റ്, നോ ദ നീഡ് ഓഫ് പാർട്ടിസിപ്പൻസ്. നമ്മുടെ മുന്നിലുള്ള നമ്മളെ കേൾക്കാൻ വന്നവരുടെ ആവശ്യം എന്താണ് എന്നും മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ആവശ്യത്തിനനുസരിച്ച് ബോറടിപ്പിക്കാതെ ഭംഗിയായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിനൊക്കെ വേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ലാസ്റ്റ് ഇവിടെ വന്നിട്ടുള്ള പോയിന്റ്, നോ ദ നീഡ്സ് ഓഫ് പാർട്ടിസിപ്പൻസ്. നെക്സ്റ്റ് വൺ, gather knowledge about the topic. അതായത് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് നമ്മൾ നേടണം എന്നുള്ളതാണ്. ബുക്സിലൂടെ, സെമിനാറിലൂടെ, അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ, എക്സ്പീരിയൻസിലൂടെ ഒക്കെ തന്നെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക തന്നെ വേണം. അങ്ങനെ അറിവ് നേടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് അറേഞ്ച് ദ പൊസിഷൻ ഇൻ ലോജിക്കൽ സീക്വൻസ്. അറേഞ്ച് ദ പോയിന്റ്സ് ഇൻ ലോജിക്കൽ സീക്വൻസ്. നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള പോയിന്റുകൾ നമ്മുടെ പ്രസന്റേഷൻ, ഈ ഒരു 1.5 മണിക്കൂറുള്ള പ്രോഗ്രാമിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളത് വളരെ ലോജിക്കൽ ആയിട്ട്, വളരെ ഭംഗിയായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇതിൽ വരുന്ന 2 പോയിന്റ് ആണ്. ഒന്ന്, ആദ്യം തന്നെ മാക്സിമം നോളജ്, മാക്സിമം അറിവ് സെമിനാറുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, ഇന്റർനെറ്റിലൂടെ ഒക്കെ ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം അതിനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. യെസ്, നെക്സ്റ്റ് വൺ, അറേഞ്ച് ആൾ ട്രെയിനിങ് മെറ്റീരിയൽസ്. അതായത് നമ്മുടെ പ്രസന്റേഷന് ആവശ്യമായ സ്ലൈഡ്സുകൾ, മൊഡ്യൂളുകൾ, അതുപോലെ ക്വസ്റ്റ്യനേഴ്സ്, റൈറ്റിംഗ് പാഡ്സ്, ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് അവിടെ പ്രസന്റേഷൻ ആവശ്യമുള്ളത് അതെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് നേരത്തെ ഒരുക്കി വെക്കുക എന്നുള്ളതും വളരെ പ്ലാനിങ്ങിന്റെ ഭാഗമായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻഷുർ ദ ഫിറ്റ്നസ് ഓഫ് ടെക്നിക്കൽ ഡിവൈസസ്. ദാറ്റ് ഈസ്, ഇന്ന് നമുക്കറിയാം, ഇവിടെ ഞാൻ തൊട്ടു മുമ്പ് ഒരു പ്രോഗ്രാമിന് ഇതേ രീതിയിൽ ഫോണിൽ കൂടെ പ്രസന്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. പക്ഷെ ആ ഒരു പ്രതീക്ഷയിൽ അതുകൊണ്ട് തന്നെ ഇന്ന് അത്ര ശ്രദ്ധിച്ചതുമില്ല. പക്ഷെ പ്രോഗ്രാം തുടങ്ങി പ്രസന്റ് ചെയ്യാൻ നോക്കുമ്പോൾ സംഗതി വരുന്നില്ല. അവിടെയാണ് ഈ പ്രാധാന്യം കിടക്കുന്നത്. എൻഷുർ ദ ഫിറ്റ്നസ് ഓഫ് യുവർ ടെക്നിക്കൽ ഡിവൈസസ്. നമ്മളെ ഡിവൈസുകൾ ഓക്കെ ആണോ എന്നുള്ളത് പ്രോഗ്രാം മുമ്പ് സെറ്റ് ചെയ്തേ, നോക്കിയേ, കൺഫേം ആക്കിയേ പറ്റും. അതല്ലെങ്കിൽ മൊത്തം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡിവൈസ്, നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണോ അത് സെറ്റ് ആണോ എന്നുള്ളത് കൺഫേം ആക്കുക, ചെക്ക് ചെയ്യുക. ദെൻ ഫൈൻഡ് സ്റ്റോറീസ്, എനർജൈസർ, സെയിങ്സ്, ജോക്സ്, പ്രോബ്ലംസ്, ഗെയിംസ്. നമ്മുടെ പ്രസന്റേഷൻ ആവശ്യമായ കഥകള്, അതുപോലെ ആക്ടിവിറ്റീസ്. എനർജൈസർ എന്നുള്ളത് നമുക്കറിയാം, ഒരു പ്രോഗ്രാം ഒരു 15 മിനിറ്റ് ഒക്കെയാണ് ഒരാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ അവർ ബോറടിക്കാതിരിക്കാൻ അതിന്റെ ഇടയിൽ പിന്നെ ഗെയിംസുകൾ, എനർജൈസർ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ സെയിൻസ്, ജോക്സ്, പ്രോബ്ലംസ്, ഗെയിംസ്, ഇത്തരം സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഇതിനെ കുറിച്ച് പറയുന്നത്, നമ്മളെ ജനലും ഡോറൊക്കെ അടിച്ചിട്ട റൂമിലേക്ക് ജനാല തുറക്കുമ്പോൾ, വിൻഡോ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ ഡോറ് തുറക്കുമ്പോൾ കാറ്റും വെളിച്ചവും വരുന്നത് പോലെയാണ് തുടർച്ചയായിട്ടുള്ള നമ്മുടെ പ്രസന്റേഷനിൽ ഇടയ്ക്ക് നമ്മൾ കഥകളും ആക്ടിവിറ്റീസും സ്റ്റോറീസ് അല്ലെങ്കിൽ ജോക്സ്, പ്രോബ്ലംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന എഫക്റ്റ് എന്നുള്ളത്. അതായത് വിൻഡോസ് ഒക്കെ അടിച്ചിട്ട റൂമിലേക്ക് നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ കാറ്റും വെളിച്ചവും വരുന്നത് പോലെയാണ് നമ്മുടെ പ്രോഗ്രാമിൽ ഇടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്തരം ആക്ടിവിറ്റീസ് എന്നുള്ളത്. അതുപോലെ ആൾവേസ് കീപ് എക്സ്ട്രാ മാറ്റേഴ്സ്. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ നമ്മൾ ഒരുക്കിയ സാധനങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോയേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള പോയിന്റ്സുകൾ, കാര്യങ്ങൾ കീപ്പ് ചെയ്തേ പറ്റും. നമുക്ക് പിന്നീട് സമയമുണ്ടെങ്കിൽ അവിടുന്ന് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്ത് പോകണം. കീപ് എ റഫ് കോപ്പി വിത്ത് യു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പെൻഡ്രൈവിൽ എല്ലാം സെറ്റ് ആക്കിയിട്ട് ഉറപ്പാക്കി കൺഫേം ആക്കി പോയത് കൊണ്ട് മാത്രം കാര്യമില്ല. ചിലപ്പോൾ പ്രോഗ്രാം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കാം കറണ്ട് പോകുന്നത്, എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ വരുന്നത്. അങ്ങനെയാകുന്ന സമയത്ത് പകുതി വെച്ച് പ്രോഗ്രാം നിർത്തിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകരുത്.
കീപ് എ റഫ് കോപ്പി വിത്ത് യു. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന നമ്മുടെ കണ്ടന്റിന്റെ, നമ്മുടെ മൊഡ്യൂളിന്റെ, PPTയുടെ ഒക്കെ തന്നെ റഫ് കോപ്പി നമ്മുടെ കയ്യിൽ അറേഞ്ച് ചെയ്യുക, സെറ്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ. റീച്ച് ദ, അതുപോലെ നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. റീച്ച് ദ സ്പോട്ട് ബിഫോർ ടൈമിംഗ്. അവിടേക്ക് നേരത്തെ എത്തുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ആൻഡ് സ്മാർട്ട്. നമുക്ക് വളരെ റിലാക്സ് ആയിട്ട്, സ്മാർട്ടായിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ കോൺഫിഡൻറ്റോട് കൂടി നമുക്ക് ആ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ എത്തുക എന്നുള്ളതാണ്. അതുപോലെ ബി റിലാക്സ്ഡ് ആൻഡ് സ്മാർട്ട്. ദെൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓർഗനൈസേഴ്സ് അബൌട്ട് യുവർ നീഡ്സ്. നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ എന്തൊക്കെയാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ആളുകളോട് ആദ്യമേ അറിയിക്കും. അതും ശ്രദ്ധിക്കണം. ആ വിളിക്കുന്ന ടീമിന്റെ ഒരു ബഡ്ജറ്റ് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുമ്പോൾ നേരത്തെ തന്നെ നമ്മുടെ നീഡ്സിനെ കുറിച്ച് ഓർഗനൈസേഷനോട്, അതിന്റെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. സോ ഹൗ ടു കണ്ടക്ട് എ സെഷൻ. എങ്ങനെ നമുക്കൊരു പ്രോഗ്രാം ആരംഭിക്കുക, സ്റ്റാർട്ട് ചെയ്യുക, കണ്ടക്ട് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. നമുക്ക് അതിലേക്ക് പോവാം. ഓപ്പണിംഗ് എ സെഷൻ. നമ്മുടെ ഒരു പ്രോഗ്രാമിന് ഓപ്പണിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ എനർജറ്റിക് ആയിട്ട്, ഒരു വളരെ അട്രാക്റ്റീവ് ആയ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിങ് വേണം, ഒരു ഹുക്ക് കൊണ്ട് വേണം നമുക്ക് ആരംഭിക്കാൻ. ഓപ്പണിംഗ് എ സെക്ഷൻ. അതിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് അബൌട്ട് ദ ടോപ്പിക്, അബൌട്ട് യുവർ സെൽഫ്, അബൌട്ട് പാർട്ടിസിപ്പേഷൻസ്. ഇതിൽ ഏതെങ്കിലും വരുന്ന രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ സെറ്റ് ആക്കുക. അതായത് ഒന്നെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ നമ്മളെ കുറിച്ചാവാം, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെ കുറിച്ചാവാം. അങ്ങനെ വളരെ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനോട് കൂടി വേണം നമ്മുടെ സ്റ്റാർട്ടിങ്, നമ്മുടെ പ്രോഗ്രാമിന്റെ ഓപ്പണിംഗ് എന്നുള്ളത്. ദെൻ ഐസ് ബ്രേക്കിംഗ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ തന്നെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഐസ് ബ്രേക്കിംഗ് എന്നുള്ളത്. നമ്മുടെ ഓഡിയൻസ് ഇങ്ങനെ ഒരു പരിചയമില്ലാതെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മളൊരു എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ കഥ പറയുന്നു, അല്ലെങ്കിൽ നറേറ്റ് എക്സ്പീരിയൻസ്, അനുഭവങ്ങളിലൂടെയൊക്കെ ആ ഐസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ചാർജ് ആക്കിക്കൊണ്ട് നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. നെക്സ്റ്റ് വൺ, ഓപ്പണിംഗ് എ സെക്ഷൻ. അതിൽ വരുന്ന സ്റ്റിമുലസ് വേരിയേഷൻ, ഓഡിയോ വിഷ്വൽ. അതായത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഓപ്പണിംഗിൽ ഒന്നെങ്കിൽ ഓഡിയോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിഷ്വൽ പ്രസന്റേഷനുകൾ ഉപയോഗിക്കാം. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, എനർജൈസ് ഫ്രീക്വന്റ്ലി. നമ്മുടെ പ്രോഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 15 മിനിറ്റ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഇടയ്ക്കായിട്ട് വ്യത്യസ്തമായ ആക്ടിവിറ്റീസ്, കഥകള്, ആ സാധന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാമിനെ എനർജി ആയിട്ട് കൊണ്ട് കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതും യൂസ് ചെയ്യാം, ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ പാർട്ടിസിപ്പൻസ്. നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് കൂടെ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാമിനെ എനർജറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ നമ്മൾ പ്രസന്റേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഐ കോണ്ടാക്ട്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്, കുറച്ച് നമ്മളെ മുന്നിലുള്ള ഓഡിയൻസിലെ ചില മുഖങ്ങൾ, ചില കണ്ണുകൾ നമ്മളെ തന്നെ നോക്കിയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രസന്റേഷൻ ഇടയിൽ നമ്മുടെ കണ്ണുകൾ അവരെ തന്നെ ലോക്ക് ചെയ്യുന്നതായിട്ട് അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട്, മുഖം ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ തന്നെ നോക്കുന്ന കണ്ണുകളിലേക്കായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ കണ്ണ് പോവാം. പക്ഷെ നമ്മളൊരു പ്രസന്റർ, നമ്മളൊരു ട്രെയിനർ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുന്നിലുള്ള ഓരോരുത്തരിലേക്കും കണ്ണെത്തുന്ന രീതിയിൽ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തുകൊണ്ട് വേണം പ്രസന്റ് ചെയ്യാൻ. നെക്സ്റ്റ് വൺ, ഗ്രാബിംഗ് അറ്റൻഷൻ. നമ്മൾ വളരെ അറ്റൻഷൻ, നമ്മുടെ മുന്നിലുള്ള ഓഡിയൻസിന്റെ മൊത്തം അറ്റൻഷൻ ഗ്രാബ് ചെയ്തുകൊണ്ട് വേണം പ്രസന്റേഷൻ ചെയ്യാൻ. ദ നെക്സ്റ്റ് വൺ, അസേർട്ടിങ് ആൻഡ് അഫേമിങ് പോയിന്റ്സ്. മുന്നിലുള്ള ആളുകൾ പറയുന്ന പോയിന്റ്സുകൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോയിന്റ്സുകളൊക്കെ തന്നെ ഒന്നും കൂടി ഉറപ്പിച്ചുകൊണ്ട്, പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒന്നും കൂടെ സെറ്റ് ആക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രസന്റേഷൻ തുടരാൻ. നെക്സ്റ്റ് വൺ, സീക്കിംഗ് പാർട്ടിസിപ്പൻസ് ഒപ്പീനിയൻ. മുന്നിലുള്ള ഓഡിയൻസിന്റെ ഒപ്പീനിയനും കൂടെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഒരു മനോഹരമായ ചർച്ച പോലെ, ഡിസ്കഷൻ പോലെ ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത്തരത്തിലൊക്കെ നമുക്ക് ഈ ട്രെയിനിങ്ങിന് ഒന്നും കൂടെ ജീവൻ വെപ്പിക്കാൻ സാധിക്കും.
ദെൻ പ്രസന്റേഷൻ ഇടയിൽ നമ്മൾ ധാരണയിൽ വേണ്ട, നമ്മുടെ മൈൻഡിൽ വേണ്ട കാര്യങ്ങളാണ് ബി അവെയർ ഓഫ് ടൈമിങ്. സമയത്തെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. സമയം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. എങ്ങനെയാണോ അവർക്ക് വേണ്ടത്, അവിടെ വേണ്ടത് ആ രീതിയിൽ നമ്മൾ സമയത്തെ അറേഞ്ച് ചെയ്യണം. ദെൻ ഇടയ്ക്കുള്ളത് വായിക്കാൻ ഒരു പ്രയാസമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. യെസ്, നമ്മൾ ഡോൺ ക്ലീഷേ, അതായത് പിന്നെ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, പിന്നെ ഡോൺ ബോസ്റ്റ്, നമ്മളെ തന്നെ പൊക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതുപോലെ ക്ലീഷേ ആയിട്ടുള്ള കേട്ട് തയങ്ങിയ കോമഡികൾ വീണ്ടും പറഞ്ഞ ആളുകളെ ബോറടിപ്പിക്കരുത്. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിനെ പിന്നെ അവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ, അവരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ, നമ്മളെ മുന്നിലുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ വേണം നമ്മുടെ പ്രസന്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അവരെ പ്രയാസപ്പെടുന്ന രീതിയിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതെ, വന്നു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പൊ 2-3 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ക്ലീഷേ ഡയലോഗുകൾ ഉപയോഗിക്കരുത്. മറ്റൊന്ന്, പൊങ്ങച്ചം വരാതെ സൂക്ഷിക്കണം. മറ്റൊന്ന്, മുന്നിലുള്ള പാർട്ടിസിപ്പേഷൻസിനെ അവരെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് സംസാരിക്കാൻ. അതുപോലെ ഡോണ്ട് ലോസ് ദ ലിങ്ക്, കണക്ഷൻ വിട്ടുപോകാത്ത രീതിയിൽ ഭംഗിയായിട്ട് നമ്മുടെ പ്രസന്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ആൾവേസ് ഫാൾ ഓൺ 4 legs, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവും, പല സ്ഥലത്ത് പല രീതിയിൽ, പല ഓഡിയൻസിന്റെ അടുത്ത്. നമ്മൾ ഒരു ഓഡിയൻസിന്റെ അടുത്ത് പ്രസന്റ് ചെയ്തത് അതേ ഏജ് ഗ്രൂപ്പുള്ള മറ്റൊരു സ്ഥലത്ത് പോയി പ്രസന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അനുഭവം തീർത്തും വ്യത്യസ്തമായിരിക്കും. അപ്പൊ എങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ആൾവേസ് ഫാൾ ഓൺ 4 legs, 4 കാലിൽ വീണേ പറ്റും. നമ്മുടെ ഇത് കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. ദെൻ നെക്സ്റ്റ് വൺ, ബി ഓംനി പ്രസന്റ്, നമ്മൾ സർവ്വവ്യാപിയായിട്ട് വളരെ കംപ്ലീറ്റ് എനർജറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ട്, ഓംനി പ്രസന്റ് ആയിക്കൊണ്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയണം. ബി ഡൊമിനന്റ്, നമ്മുടെ പ്രോഗ്രാമിൽ വളരെ ഡൊമിനന്റ് ആയിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. കീപ് എ സ്മൈൽ, വളരെ പുഞ്ചിരിയോടുകൂടി നമ്മുടെ ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ, നമ്മുടെ പ്രസന്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. പേഴ്സണൽ ബ്രാൻഡിങ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളെ ബ്രാൻഡ് ചെയ്യാൻ, നമ്മളെ നന്നാക്കാൻ ആരും വരില്ല, അത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത്. വൈ ഷുഡ് ഐ ഹിയർ യു? ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവർ പൈസ തരണം, നമ്മളെ പൈസ തന്നുകൊണ്ട് മറ്റുള്ളവർ എന്തിനു വിളിക്കണം, അല്ലെങ്കിൽ നമ്മളെ എന്തിന് ആളുകൾ കേട്ടിരിക്കണം എന്നുള്ളത് പേഴ്സണൽ ബ്രാൻഡിങ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഫൈൻഡ് യുവർ USP, യുണീക് സെല്ലിംഗ് പോയിന്റ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഒരുപാട് ട്രെയിനേഴ്സ്, ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് അവിടെ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഭംഗിയായി പോവാൻ നമ്മുടെ ഫൈൻഡ് യുവർ USP, യുണീക് സെല്ലിംഗ് പോയിന്റ്, നമുക്കായിട്ടുള്ള പ്രത്യേകമായ ടാലന്റുകൾ കണ്ടെത്തിയിട്ട് ആ ടോപ്പിക്കിൽ വളരെ എക്സ്പേർട്ട് ആയിട്ട് മാറുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ സുഹൈർ സാറ് AI ടെക്നോളജിയിൽ കേരളത്തിൽ തന്നെ വളരെ അറിയപ്പെടുന്ന ട്രെയിനറാണ്. അദ്ദേഹം ഈ മേഖലയിലുള്ള സ്കില്ല് വേറെ ലെവലാണ്. ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. നമ്മൾ പലതും അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് AI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ കോഴ്സിലൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സാറ് ഈ ഒരു AI ഫീൽഡിൽ സാറെ USP, യുണീക് സെല്ലിംഗ് പോയിന്റ് കണ്ടെത്തി അങ്ങനെ എക്സ്പേർട്ട് ആയിട്ട് മാറി. അങ്ങനെ ഓരോരുത്തരും, പല ട്രെയിനേഴ്സും അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഇതിൽ എക്സ്പേർട്ട് ആയിരിക്കും. അപ്പൊ നമ്മളൊരു ബ്രാൻഡ് ട്രെയിനറായി മാറുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ യുണീക് സെല്ലിംഗ് പോയിന്റ്. നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡ് ഫോക്കസ് ചെയ്തിട്ട്, അത് മൈൻഡ് പവർ ഉണ്ടായേക്കാം, അതല്ല പല രീതിയിൽ ആളുകൾ കാണാറുണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ, അതന്നെ ടോപ്പിക് ലെവലിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ കാണാറുണ്ട്. ചില ആളുകൾ കരിയർ ഗൈഡൻസിന്റെ കിങ് ആയിട്ട് മാറുന്നത് കാണാം. ചില ആളുകൾ ട്രെയിനേഴ്സ് ട്രെയിനിങ്, അങ്ങനെ പല ടൈപ്പിൽ വരാറുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള യുണീക് സെല്ലിംഗ് പോയിന്റ് കണ്ടെത്തുക. നെക്സ്റ്റ്, യൂസ് ദ പവർ ഓഫ് സോഷ്യൽ മീഡിയ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സെന്റൻസ് വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്, എന്നെ ഫസ്റ്റ് ഒരു പ്രോഗ്രാമിന് ഒരു 5-6 years മുമ്പാണ് ഒരു മോട്ടിവേഷൻ പ്രോഗ്രാമിന് വിളിച്ച്. അപ്പൊ ഞാൻ വലിയ ആവേശത്തോടെ ഏറ്റെടുത്ത്, അപ്പൊ ഞാൻ അങ്ങനെ കാത്തിരിക്കുകയാണ്, എന്താണ് എന്റെ പോസ്റ്റർ വരാത്തത് എന്നുള്ളത്, നമ്മളെ പ്രോഗ്രാമിനായിട്ടുള്ള എന്റെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ടുള്ള. അങ്ങനെ പിന്നെ അവരെ വിളിച്ചു നോക്കി, അപ്പൊ പോസ്റ്റർ ഒന്നും ഇല്ല സംഗതി. ഏതായാലും അതങ്ങനെ പോയി.
പിന്നെ അടുത്ത നെക്സ്റ്റ് പ്രോഗ്രാമിന് വിളിച്ച വേറൊരു ടീം വിളിച്ച സമയത്തും ഇതുപോലെ തന്നെ ഒരു അവസാനത്തെ ഒരു ലാസ്റ്റ് ഒരു 2-3 ഡേയ്സ് മുമ്പ് അന്വേഷിച്ചപ്പോഴും പോസ്റ്റർ ഒന്നുമില്ല. പിന്നെ ഞാൻ തന്നെ എന്ത് ചെയ്ത് ഒരു 300 രൂപ കൊടുത്ത് കടയിൽ നിന്ന് പോസ്റ്റർ ഉണ്ടാക്കി അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ഒരു 3-4 പ്രോഗ്രാമിന് അങ്ങനെ ചെയ്ത് പിന്നെ അതൊരു വിഷയമല്ല. പിന്നെ അതിനുശേഷം ആളുകൾ അറിയാൻ തുടങ്ങി, വിളിക്കാൻ തുടങ്ങി. പിന്നെ അത് അങ്ങനെ പോകും. അപ്പോൾ യൂസ് ദ പവർ ഓഫ് സോഷ്യൽ മീഡിയ. നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മുടെ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് വാട്സപ്പിലും കാര്യങ്ങളിലൊക്കെ അയച്ചു കൊടുത്ത് ആളുകളെ കൊണ്ട് സ്റ്റാറ്റസ് ഇടിപ്പിക്കേണ്ടി വരും സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ വളരെ പവർഫുൾ ആണത്. കുറച്ച് 2-3 പോസ്റ്ററിൽ നമ്മുടെ ഫോട്ടോ വന്നുകൊണ്ട് പ്രോഗ്രാമിന്റെ ഒരു ഇത് കണ്ടാൽ പിന്നെ ആളുകൾ നമ്മളെ വിളിച്ചോളും. യൂസ് ദ പവർ ഓഫ് സോഷ്യൽ മീഡിയ. നെക്സ്റ്റ് വൺ, യൂസ് ദ സപ്പോർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ. നമ്മുടെ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് യൂസ് ദ സപ്പോർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ. മറ്റുള്ളവരുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് വളരെ എളുപ്പത്തിൽ വളരാൻ പറ്റും. പല ട്രെയിനേഴ്സും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗനൈസേഷന്റെ സപ്പോർട്ടോട് കൂടി. നെക്സ്റ്റ് വൺ, യൂസ് ദ പവർ ഓഫ് ടീം വർക്ക്. ഇത് വളരെ എഫക്റ്റീവ് ആണ്. ട്രെയിനിങ് ഫീൽഡിൽ നമുക്കൊരു ബ്രാൻഡ് ട്രെയിനറായി മാറാൻ വളരെ എഫക്റ്റീവ് ആയ ഒരു കാര്യമാണ് യൂസ് ദ പവർ ഓഫ് ടീം വർക്ക്. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിന്റെയോ മറ്റു ടീമിന്റെയോ ഒക്കെ വർക്കോട് കൂടി ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളത്. Then sell yourself, price yourself, negotiating remuneration, create good relationships. അതായത് നമ്മുടെ പേയ്മെന്റ്, അത് 2 രീതിയിൽ അതിനെ നോക്കിക്കാണുന്നവരുണ്ട്. ചില ആളുകൾ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ പേയ്മെന്റ് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും തന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് തരുന്നത് വാങ്ങുന്നവരുണ്ട്. എന്നാൽ ചിലവര് എന്റെ പേയ്മെന്റ് 1000 ആണ്, അല്ലെങ്കിൽ എന്റെ പേയ്മെന്റ് 5000 ആണ്, നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത് തന്നാൽ മതി എന്നും പറയാറുണ്ട്. രണ്ടിനും 2 എഫക്റ്റ് ആണ്. നമ്മളെ പേയ്മെന്റ് 5000 ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവര് 6000 7000 തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറയും. അതല്ലെങ്കിൽ 2 എഫക്റ്റ് നമുക്കറിയാലോ. എന്നാല് പിന്നെ പേയ്മെന്റ് അവര് ഇഷ്ടമുള്ളത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ താഴേക്കും പോവാം, മേലേക്കും പോവാം. ഏതായാലും നമുക്ക് നമ്മളെ റേഞ്ചിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ അവസാനമായി പറയുവാനുള്ളത്, ഇറ്റ്സ് യുവർ ടൈം ബീങ് ഹിയർ. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമുക്കിപ്പോൾ ട്രെയിനിങ്ങിനുള്ള എല്ലാവർക്കും ഉള്ള ഒരു പ്രയാസമാണ് അത്. നമുക്ക് ട്രെയിനിങ് ക്ലാസ് എടുക്കാൻ വളരെ താല്പര്യമാണ്. പക്ഷെ ഇങ്ങനെ കാത്തിരിക്കൽ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ട്രെയിനറായിട്ട് അങ്ങ് ഇറങ്ങുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രെയിനറായിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പത്തെ സ്ലൈഡ് നോക്കൂ സാർ, ഒന്നുകൂടെ. യെസ്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറയാനുള്ളത് ഡോണ്ട് വെയിറ്റ് എന്നുള്ളത്. യെസ്, ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്ഷൻ, ഡോണ്ട് വെയിറ്റ്, ഡു ഇറ്റ് നൗ എന്നുള്ളതാണ്. അതായത് മനുഷ്യർക്ക് നമുക്കുള്ള ഒരു വലിയ പ്രശ്നം അതാണ്. ട്രെയിനർമാർക്ക് പൊതുവെ കാണുന്നത് ഒക്കെ പഠിച്ച് സെറ്റായിട്ട് മാത്രം നമുക്ക് ട്രെയിനിങ് തുടങ്ങുക എന്നുള്ളത്. അങ്ങനെ നോക്കിയാൽ ആ കാത്തിരിക്കൽ മാത്രമേ ഉണ്ടാവൂ. ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്ഷൻ, ഡു ഇറ്റ് നൗ എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇത് ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് വായിച്ചു പോയതാണ്. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് വരുന്ന, ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട്. സർ കാണുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, കാണാം. ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യണേ. ഓക്കെ സർ, ഒറ്റ സെക്കൻഡ്. ഓക്കെ. നമ്മൾ ഇന്നത്തെ എന്റെ പ്രസന്റേഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു PPT പ്രസന്റേഷന് അത് പിന്നെ സമയം അധികം നീട്ടണ്ടെന്ന് വെച്ച് വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. പിന്നീട് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു പ്രസന്റേഷന് പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് മരുന്ന് നമ്മളെ കയ്യിൽ വേണം. ആക്ടിവിറ്റീസ് വേണം, സ്റ്റോറീസ് വേണം, ഗെയിംസ് വേണം, എനർജൈസർ വേണം, ഐസ് ബ്രേക്കേഴ്സ്, ഇങ്ങനെ ഒരുപാട് എണ്ണം വേണം. അപ്പൊ അത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ അത് നിങ്ങൾക്ക് ഏതൊരു പ്രസന്റേഷന് പോകുമ്പോഴും ഉള്ള വലിയൊരു മരുന്നായിട്ട്, അതിന്റെ സമ്പാദ്യമായിട്ട് നമ്മൾ വേണ്ട സാധനങ്ങളാണ്. അപ്പൊ ഇനി അത് ഡിസ്കഷൻ ആണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് സാറ് നമ്മോട് സംസാരിക്കുന്നതാണ്. നമുക്ക് ഏതായാലും കുറെ ഒരു 250ഓളം ആക്ടിവിറ്റീസ് കവർ ചെയ്യാനുണ്ട്. ഏതായാലും അതിന്റെ കുറച്ച് നമുക്ക് സമയത്തിനനുസരിച്ച് ഇന്ന് കവർ ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമിന് വളരെ എഫക്റ്റീവ് ആകുന്ന നമ്മുടെ മരുന്ന്. ഓക്കെ, ശരി സാർ, പറഞ്ഞോളൂ. ഓക്കെ, ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എത്രത്തോളം
യൂസ്ഫുൾ ആയി എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യും ആരെങ്കിലും? എല്ലാവരും ഒന്ന് ചെയ്താൽ നന്നായിരുന്നു. ഇപ്പൊ ഇതുവരെ ഹാദിയുടെ ഒരു പ്രസന്റേഷൻ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാവും. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ ഇടപെടുന്നതാണ്. അതായത് നമ്മളൊരു ടെക് കഫേ എന്ന് പറയുന്ന ഇപ്പൊ ഈ പറയുന്ന ഹാദി അവതരിപ്പിച്ചിട്ടുള്ള ഇതൊരു കുറച്ച് തിയററ്റിക്കൽ വശമാണ് അവതരിപ്പിച്ചത്. ഈ ഒരു പ്രസന്റേഷന്റെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ടെക് കഫേ എന്ന് പറയുന്ന പ്രോഗ്രാം. ഒരേ സമയത്ത് ടെക്നിക്കലും അതേ സമയത്ത് തന്നെ നമുക്ക് ഉള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് വർക്ക്ഷോപ്പും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ തന്നെ പ്രാക്ടിക്കൽ സെഷൻ, ഒരു ഹാഫ് ഡേ സെഷൻ ഈ ഹാദിയുടെ തന്നെ നമ്മൾ കഴിഞ്ഞ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നു. ഈ വർക്ക്ഷോപ്പിലും അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് കാണുന്നത്. നമ്മുടെ സ്കില്ല് വർദ്ധിക്കുക അല്ലെങ്കിൽ സ്കില്ല് പിന്നെ കൂട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് പുതിയ കാലത്ത് വലിയ ആവശ്യമായ ഒരു സംഗതിയാണ്. നിങ്ങൾ ഏതും ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നെങ്കിലും, നിങ്ങൾ ഏത് ഒരു പ്രൊഫഷനിലാണെങ്കിലും, ഒന്നല്ല ഒരു പ്രൊഫഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് പുതിയ കാലത്ത് ഒരുപാട് സ്കില്ലുകൾ നേടിയെടുക്കാനുള്ള സാധ്യതകൾ നമ്മളുടെ അടുത്തുണ്ട്. ആ സാധ്യതകളെ ഏറ്റവും നന്നായി രീതിയിൽ ഉപയോഗിക്കാവുന്ന വലിയൊരു പിന്നെ അവസരമാണ് AI നമുക്ക് തരുന്നത്. അതിന്റെ മുമ്പ് നമുക്കൊരു സ്കില്ല് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് കുറെ നോളജ് വേണ്ടിയിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ അവയർനെസ്സോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസോ വേണ്ടിയിരുന്നു. ഇതൊന്നും ആവശ്യമില്ലാത്ത വിധം പുതിയ കാലത്ത് നമുക്ക് സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പുതിയ ഒരു സമയത്തിന്റെ പ്രത്യേകത. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു 3 ഡേ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു പ്രൊഫഷണൽ ട്രെയിനറായി മാറണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പിന്നെ പ്രോഗ്രാമിനെ തുടർന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് എന്താണ് ഈ 3 ഡേ റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ് എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ ജസ്റ്റ് പ്രസന്റ് ചെയ്യാണ്. ഇതിൽ 3 ഏരിയയിലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ നമ്മുടെ ഫീൽഡിൽ എങ്ങനെ എഫക്റ്റീവായി ഉപയോഗിക്കാം. ഒരുപക്ഷെ 10,000-ങ്ങളോ 1000-ങ്ങളോ ചെലവഴിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അതിന്റെ ചില സാമ്പിളുകൾ നമ്മൾ സമയത്തിനനുസരിച്ച് കാണിച്ചു തരാം. ഒപ്പം തന്നെ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഇതില് പിന്നെ ചില ആളുകൾ കഴിഞ്ഞ സെഷനിൽ പങ്കെടുത്ത ആളുകളെ ചില ആളുകളെ കാണുന്നുണ്ട്. പിന്നെ ജാസ്തിറ ബേബി ഉള്ളതിനുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റില് കഴിഞ്ഞ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാനിപ്പോ മുൻകൂട്ടി പറഞ്ഞിട്ടില്ല, അതുകൊണ്ടൊന്ന് വിചാരിക്കരുത്. എന്താണെന്നറിയില്ല, തിരക്കാണെന്നറിയില്ല. ജസ്റ്റ് ഇല്ല കുഴപ്പമില്ല. അൽഹംദുലില്ലാ, നല്ലൊരു സെഷൻ ആയിരുന്നു അന്ന്. അത് പിന്നെ ഞാൻ ഓൾറെഡി ട്രെയിനിങ്ങിൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കുറെ PPT ഉണ്ടാക്കലും അതാണ് എനിക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയത്. PPT ഉണ്ടാക്കണം, ക്യാൻവയിൽ എങ്ങനെ PPT ഉണ്ടാക്കാന്നുള്ളതും അതിന്റെ പിന്നെ എത്ര ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗാമ PPT യൂസ് പിന്നെ ഉണ്ടാക്കാൻ വേണം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു 2-3 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഗാമയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും PPT. ഞാൻ ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗം അതാണ്. പിന്നെ അതുപോലെ തന്നെ കുറെ നമ്മൾ കോണ്ടന്റ് ഇതാക്കാനാണെങ്കിലും പിന്നെ ബിങ്ങും അങ്ങനത്തെ കുറെ ടൂളുകൾ പറഞ്ഞു തന്നത്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റർ ക്രിയേറ്റ്, അപ്പൊ ഞാൻ തന്നെയാണ് പലപ്പോഴും പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാറ്. അപ്പൊ മറ്റേത് നമുക്ക് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന് ഒരാളെ ഏൽപ്പിക്കണം. അത് ഏൽപ്പിച്ച് അവര് നമ്മൾ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അവ ഉണ്ടാക്കി തരാം. അപ്പൊ അവർക്ക് 100 കാര്യം ഉണ്ടാവും, തിരക്ക് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിട്ടുണ്ടാവില്ല. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഇതിനൊരു 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ പോസ്റ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ അത് പോസ്റ്റ് ചെയ്യാം. പിന്നെ PPT ഈ പറഞ്ഞ പോലെ ഗാമയിലൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് PPT റെഡിയായി. കോണ്ടന്റ് ആണെന്ന് വെച്ചെങ്കിൽ നമ്മളെ ബിങ്ങിലോ മറ്റുള്ള ടൂളിലൊക്കെ യൂസ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു 2-3 മിനിറ്റിന്റെ ഉള്ളില് പിന്നെ നമ്മളെ കോണ്ടന്റ് കിട്ടി. അതുപോലെ തന്നെ ഞാൻ ക്ലാസ്സുകൾ ചെയ്യാറുണ്ട്, ജോട്ട് അങ്ങനെ അക്യുപഞ്ചറിന്റെ ഒക്കെ. അപ്പൊ അതിന്റെയൊക്കെ അതാണെന്ന് വെച്ചെങ്കിലും നമുക്ക് പുതിയ ഇത് കിട്ടുകയെന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ എത്ര പെട്ടെന്ന് സിലബസ് ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കുക, ഇത്രയും കുറെ കാര്യങ്ങൾ അന്ന് ആ 2-3 ദിവസത്തെ ക്ലാസ്സിൽ കിട്ടി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല യൂസ്ഫുൾ ആയിരുന്നു. 3 ദിവസത്തെ ക്ലാസ് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. എത്രയാണ് എനിക്ക് അത് ഭയങ്കര
അതിന് നഷ്ടമായി വലിയൊരു തോന്നുന്നുണ്ടോ? താങ്ക്സ് ഉണ്ട് പറഞ്ഞത്. ഓക്കെ, എങ്ങനെ വേർത്തായിരുന്നോ? ശരിക്കും വേർത്തായിരുന്നോ? ഭർത്തായതുകൊണ്ടല്ല ഇത്രയും ഞാൻ പറഞ്ഞത്. എന്നാൽ ഓക്കെ ഞാൻ ഓക്കെ അതെല്ലാം ഇപ്പോഴും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ട് ഭയങ്കര എന്റെ കുറെ ടൈം കാരണം PPT ഒക്കെ ഉണ്ടാക്കാന്ന് ചിലപ്പോൾ ഞാനൊരു 2 days ഒക്കെ ഇരുന്നിട്ട് ഉണ്ടാക്കുന്ന സാധനമായിരുന്നു. അതാണ് ഈ 10 മിനിറ്റിന്റെ ഉള്ളിലും 5 മിനിറ്റിന്റെ ഉള്ളിലും കോണ്ടന്റ് ഒക്കെ പറഞ്ഞാലൊക്കെ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യം. ഇപ്പൊ അത് ചെയ്യുന്നവർക്ക് അറിയാതെ. അപ്പൊ അതൊക്കെ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ ജസ്റ്റ് ഇപ്പൊ എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് ആണ്. അതുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പിന്നെ നമ്മളെ ജെമിനിയിൽ കൊണ്ടുപോയിട്ട് ഇത് ഇട്ടെടുത്താൽ ഫുള്ള് ഡീറ്റെയിൽ നമുക്ക് കിട്ടും. പിന്നെ കോണ്ടന്റ് റെഡി ആ കോണ്ടന്റ് അതേ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ക്യാമറയിൽ ഇട്ടാൽ അത് PPT ആയിട്ട് 2 മിനിറ്റ്സിന്റെ ഉള്ളിൽ 1 മിനിറ്റ്സിന്റെ ഉള്ളിൽ PPT ആയിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ അതൊക്കെ എന്നാ ഏറ്റവും വർക്കബിൾ തന്നെയല്ലേ ഓക്കെ ഓക്കെ നമ്മളെ ഓക്കെ 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 ഓക്കെ. അപ്പൊ താങ്ക് യു. അത് ഭയങ്കര സാറിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു അതിന് കിട്ടിയത്. ക്ലാസ്സും നല്ല നല്ല എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഭയങ്കര നല്ല ഇത് തന്നെയായിരുന്നു സാറിന്റെ 3 സ്റ്റാർ എസൻഷ്യൽ പ്രോഗ്രാം. താങ്ക് യു. താങ്ക് യു. ഇപ്പൊ സംസാരിച്ചത് ജാസിറ ബേബിയാണ്, ഡോക്ടറാണ്, അക്യുപഞ്ചറിസ്റ്റ് ആണ്, കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്, മഞ്ചേരിയാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ടീം മെമ്പർ കൂടിയാണ്. ഓക്കെ, പിന്നെ ഇത് പിന്നെ നമ്മൾ പറയുന്നതിനേക്കാളും ചിലപ്പോ ഒരുപാട് സമയം പറയുന്നതിനേക്കാളും ചിലപ്പോ പങ്കെടുത്ത ആളുകളുടെ ഒരു വാക്ക് ചിലപ്പോ അതിനേക്കാൾ എഫക്റ്റീവ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പേര് കണ്ടപ്പോൾ ചോദിച്ചത്. ഇതുവരെ നമുക്ക് ജസ്റ്റ് വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ട് ഒരു ഈ പ്രോഗ്രാമിന്റെ ഔട്ട്ലൈൻ നമുക്ക് കവർ ചെയ്യാം. പുതിയ കാലത്ത് സ്കില്ല് നേടുക എന്ന് പറയുന്നത് 21st സെഞ്ചുറി സ്കില്ല് എന്ന് പറയുന്നത് നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. അപ്പൊ അതിൽ ലേണിംഗ് സ്കിൽ അതിന് പ്രധാനമായിട്ടും 3 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. അതായത് ഈ പുതിയ കാലത്ത് പുതിയ സെഞ്ചുറിയിൽ നമുക്ക് ഈ സ്കില്ലുകൾ ഉണ്ടായിരിക്കേണ്ടത് ഏതൊരു പ്രൊഫഷണൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിൽ തന്നെ വലിയൊരു ആവശ്യമായ സംഗതിയാണ്. അതിൽ ലേണിംഗ് സ്കില്ല്, ലൈഫ് സ്കില്ല്, ഇത് ആണ് ഒരു 2 പാർട്ടുകൾ. മറ്റൊന്ന് സംഭവം ലിറ്ററസി സ്കില്ലാണ്. ലിറ്ററസി സ്കില്ലില് 3 കാര്യങ്ങളാണ്: ഇൻഫർമേഷൻ, മീഡിയ, ടെക്നോളജി. ഈ മീഡിയയും ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട്, ഇൻഫർമേഷൻ, മീഡിയ, ടെക്നോളജി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കിൽ ഗ്രേഡ് പ്രോഗ്രാമാണ് ശരിക്കും ഈ പറയുന്ന ടെക് കഫേ എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഡെയിലി ലൈഫിൽ തന്നെ പ്രതീക്ഷിക്കാത്ത ലെവലിൽ നമുക്ക് ഉയരാനും നിലവിലുള്ള സ്കില്ല് വർദ്ധിപ്പിക്കുവാനും ഏത് പ്രൊഫഷനിലാണെങ്കിലും നമുക്ക് അതിലൊരു സൂപ്പർവിഷനോട് കൂടി ഉയർന്നു നിൽക്കുവാനും നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തെ സ്കിൽ അപ്ഗ്രേഡേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നോളജിയുടെ വേഗത വളരെ ഫാസ്റ്റായി പിന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എയറോപ്ലെയിൻ പിന്നെ 64 വർഷം എടുത്തിട്ടാണ് 50 മില്യൺ ആളിലേക്ക് എത്തിയെങ്കിൽ ഏറ്റവും അവസാനം ചാറ്റ് GPT 50 മില്യൺ ആളുകളിലേക്ക് എത്താൻ വെറും 60 ദിവസമായി ഉള്ളൂ എടുക്കാൻ സമയം എടുത്തിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയുടെ കാലത്ത് നമ്മൾ അതിനനുസരിച്ച് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് മാറാൻ നമുക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ അവതരിപ്പിച്ച പോലെ ഒരു ബ്രാൻഡ് ട്രെയിനർ ആവാൻ നമുക്ക് ഉള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇത്തരം ഒരു പ്രോഗ്രാമിലൂടെ ഒരു വശത്ത് കിട്ടുന്നത്. ഇത് ആർക്കൊക്കെയാണ് ഉപകരിക്കപ്പെടുക എന്ന് വെച്ചാൽ ടീച്ചേഴ്സ്, ട്രെയിനേഴ്സ്, പ്രൊഫഷണൽസ്, ബിസിനസ്മാൻ, ഫ്രീലാൻസ് ആക്ടിവിസ്റ്റുകൾ, അതുപോലെ തന്നെ ലീഡേഴ്സ്, ഡിസൈനേഴ്സ്, അതുപോലെ തന്നെ മറ്റ് കണ്ടന്റ് റൈറ്റേഴ്സ്, ജേർണലിസ്റ്റ്, ഇങ്ങനെ തുടങ്ങുന്ന ഏത് പ്രൊഫഷനിലും എഐയുടെ സാധ്യതകൾ വലിയതാണ്. അപ്പോൾ നമ്മുടെ മേഖലയിൽ നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു 17-ാം തീയതി, ഏപ്രിൽ അല്ല സോറി മെയ് ആണ്, മെയ് 17-ാം തീയതി 4 മണിക്ക് തുടങ്ങി 19 മെയ് 19-ാം തീയതി മെയ് 19-ാം തീയതി 5 മണിക്ക് അവസാനിക്കുന്ന ഒരു 30 മണിക്കൂർ ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ ട്രെയിനിങ് വർക്ക്ഷോപ്പാണ്. അതിന് കൂടെ നിങ്ങൾക്ക് ഫുഡും അതോടൊപ്പം തന്നെ താമസ സൗകര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ്. കോഴിക്കോട് PMOC എന്ന് പറയുന്ന ഒരു പിന്നെ ട്രെയിനിങ് സെന്ററിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോ കഴിഞ്ഞ 2 ബാച്ചുകൾ അവിടെ കഴിഞ്ഞു, 3ാമത്തെ ബാച്ചാണ് ഇപ്പോ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഒന്ന് വെൽക്കം ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ ഒരു സെഷന്റെ ഉദ്ദേശം. കാരണം ഇത് നമ്മളിപ്പോ തിയറി പഠിച്ചു പോയിട്ട് കാര്യമില്ല, നമുക്ക് ഇത് എങ്ങനെ കിട്ടും, എങ്ങനെ ഇത് പ്രാക്ടിക്കലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് നമ്മളിപ്പോ ഈ പറയുന്ന സംഗതി. അപ്പോൾ പുതിയ കാലത്ത് നെറ്റ്വർക്കിങ്ങും കൊളാബറേഷനുമാണ് വലിയ സാധ്യതകൾ നമുക്ക് തുറന്നു തരുന്നത്. നമ്മളെ ഒറ്റയ്ക്ക് ഒരിടത്തിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളുടെ കൊളാബറേഷനും നെറ്റ്വർക്ക് ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് പിന്നെ ഇത്തരത്തിലുള്ള ഒരു ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ സെഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, പിന്നെ മുന്നോട്ട് പോകാൻ കഴിയുക. അതുപോലെ തന്നെ AI വേൾഡിന്റെ എക്സ്പ്ലോർ AI വേൾഡ്സ്
ഈ AI ലോകങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഡിസൈൻ വിത്ത് AI, ക്രിയേറ്റീവ് യുവർ ഓൺ ലോകം, ഓൺ വേൾഡ്സ് എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഒരു ബ്രാൻഡ്, നിങ്ങളുടെ ഒരു പിന്നെ എന്താണ് പറയാ, ഒരു പിന്നെ ലോകം ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. ഇതിന് പുറമെ നമുക്ക് ഒരു 30 ദിവസത്തെ ഓൺലൈൻ സപ്പോർട്ട്, അതോടൊപ്പം തന്നെ നമുക്ക് യോജിച്ചുകൊണ്ട് വർക്ക് ചെയ്യാവുന്ന സാധ്യതകള്, അതുപോലെ തന്നെ അഡീഷണൽ മെറ്റീരിയൽസ് അപ്ഡേഷൻ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഇപ്പോ ഒരു ഇതിന്റെ വിഷൻ എന്ന് പറയുന്നത് പുതിയ കാലത്തിന്റെ ടെക്നോളജിയുടെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലുള്ള പ്രോഗ്രാമാണ് ഇതിൽ നടക്കുന്നത്. പിന്നെ ചില മാസ്റ്ററിംഗ് പ്രോഗ്രാമും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഡിസൈനിങ്ങിന്റെ ഒരു അവസാന വാക്ക് എന്ന് പറയാവുന്ന ക്യാൻവയുടെ ഒരു മാസ്റ്ററിങ്. അതുപോലെ തന്നെ ഈ ഒരു നമുക്ക് ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും വളരെ സെക്കൻഡുകൾക്കുള്ളിൽ അത് പിന്നെ ഡിസൈൻ ചെയ്യാനുള്ള അവസരം. അതോടൊപ്പം തന്നെ റീൽസ്, വീഡിയോ എഡിറ്റിംഗ് പോലുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള വലിയ ഒരു സാധ്യതകളാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ഏത് സെഷൻ എടുക്കുകയാണെങ്കിലും ക്ലാസ് റൂമിൽ AI സാധ്യതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ AI കണ്ടന്റ് കൊടുക്കുന്നതിന്റെ ഒരു മെക്കാനിസം എങ്ങനെയാണെന്നുള്ളതിന്റെ ചില ടെക്നിക്സുകൾ. അതുപോലെ തന്നെ നമുക്കൊരു കുട്ടിയെ, നമ്മളെ മുന്നിൽ നിൽക്കുന്ന മക്കളാവട്ടെ, അതല്ലെങ്കിൽ നമ്മളുടെ ടീച്ചർ എന്ന നിലയ്ക്ക് സ്റ്റുഡൻസ് ആവട്ടെ, ആരാണെങ്കിലും നമുക്ക് എങ്ങനെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഒരു കണ്ടന്റ് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ലെസൺ പ്ലാനുകൾ, ഇത് ടീച്ചേഴ്സിന് മാത്രമല്ല, നമ്മളൊരു പിന്നെ ട്രെയിനേഴ്സ് ആണെങ്കിലും അവർക്ക് എങ്ങനെ എടുക്കാൻ പോകുന്ന വിഷയം എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, കാരണം ഒരുപാട് മണിക്കൂർ സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് 1 മിനിറ്റിനുള്ളിൽ പ്രിപ്പയർ ചെയ്യാനുള്ള അവസരങ്ങൾ. അതുപോലെ തന്നെ PPT, നേരത്തെ ജാസ്രമയം അവതരിപ്പിച്ചതുപോലെ വളരെ ടൈം എടുത്തിട്ടാണ് നമ്മൾ ഒരു PPT ചെയ്യുന്നത്. എങ്ങനെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അത് സാധ്യമാവുന്നു. ബുക്സിന്റെ സാധ്യതകൾ, ഇതൊക്കെ 5 മിനിറ്റിനുള്ളിൽ നമ്മൾക്ക് നമ്മളുടെ പേരിൽ തന്നെ ഒരു ബുക്ക് ഇറക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ബ്രോഷർ 1000 10,000 ഒക്കെ കൊടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ബ്രോഷറുകൾ യഥാർത്ഥത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസന്റേഷൻ ഒരു ബ്രോഷർ ആണ് ശരിക്കും. ഇത് വേണമെങ്കിൽ പ്രിന്റ് എടുത്തിട്ട് ഒരു ബ്രോഷർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ക്യാൻവയിലാണ് യൂസ് ചെയ്തത് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്താണ് പറയാ സിസ്റ്റത്തിൽ, അതായത് ഫോട്ടോഷോപ്പ് ഒന്നും യൂസ് ചെയ്യാതെ ക്യാൻവ എന്ന് പറയുന്ന ആപ്പിലാണ് ഞാൻ ഈ പോസ്റ്റർ ഡിസ്പ്ലേ ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റ് ഞാൻ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാൻവ എന്ന് പറയുന്ന ആപ്പിലാണ്. ഈ ആപ്പിന്റെ ഫുൾ വെർഷൻ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് അതിന്റെ പ്രീമിയം വേർഷൻ 4000 രൂപ കൊടുത്താൽ കിട്ടുന്ന പ്രീമിയം വേർഷൻ. ഇത് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ലൈഡിന് ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടോ ഇല്ലേ ഒന്നൊന്ന് കമന്റ് ചെയ്യൂ. ഒരു മൊബൈൽ തട്ടിക്കൂട്ടിയതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അതല്ല അതിനൊരു പ്രൊഫഷണൽ സ്റ്റൈല് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഈ ഓരോ സ്ലൈഡിന്റെ ഡിസൈനുകൾ കാണുമ്പോൾ? ജസ്റ്റ് ഒന്ന് കമന്റ് ചാറ്റ് ചെയ്യോ. എന്ത് ഫീൽ ചെയ്യുന്നു? ഇതിന് 5 പൈസ ഞാൻ ചെലവാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ചാറ്റ് ചെയ്യോ എല്ലാവരും. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ ഞാൻ അവതരിപ്പിക്കുന്ന സ്ലൈഡിനെ കുറിച്ചാണ്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഡാഷ്ബോർഡ് കാണിച്ചു തരും. ഓക്കെ, ഒന്ന് ഈ പ്രസന്റേഷനെ കുറിച്ച്, അതിന്റെ പിന്നെ കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന്, അതിലേക്ക് ഉപയോഗിച്ച പിന്നെ മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോ ക്യാമറ എക്സ്പീരിയൻസ്, നമുക്കൊരു ക്യാമറയുടെ മുന്നിലും പിന്നിലും നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ഇമേജ് ജനറേഷൻ, നമ്മളുടെ ഭാവനക്കനുസരിച്ച് ഇന്നിപ്പോ പെരിന്തൽമണ്ണ വെച്ചിട്ട് 80 കുട്ടികൾക്ക് മുന്നിൽ AI സാധ്യതകളെ വെച്ചിട്ടുള്ളൊരു ലൈവ് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. കുട്ടികൾ ആകെ ത്രില്ലായിരുന്നു. കാരണം അവർ മനസ്സിൽ കാണുന്ന പല കാര്യങ്ങൾക്കും ഇമേജ് ലൈവായിട്ട് കിട്ടുകയാണ്. അവർ കഥ പറയുകയാണ്, ആ കഥക്കനുസരിച്ചുള്ള ചിത്രങ്ങൾ കിട്ടുന്നു, അത് വീഡിയോ വരുന്നു. അങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു, അവർ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോവാണ്. അതുപോലെ തന്നെ വോയിസ് ജനറേഷൻ, നമുക്കൊരു സ്റ്റുഡിയോ എന്നൊക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ സെക്കൻഡിന് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. നമുക്ക് ആവശ്യമുള്ള വോയിസ് ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ. അതുപോലെ തന്നെ ആങ്കറിംഗ് സ്ക്രിപ്റ്റ്, നമുക്കൊരു പ്രോഗ്രാം, ഒരു ഇവന്റ് സ്കൂളിലോ മറ്റൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ഇവന്റ് നടക്കുമ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ, ഒരു സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാം. നിസ്സാര സംഗതിയല്ല. കാരണം പിന്നെ നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ് ചെയ്യണമെങ്കിൽ വലിയ ക്യാഷ് കൊടുത്തിട്ടൊക്കെ ചെയ്യണം. മാത്രമല്ല 1000 ആളുകൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് വരുന്നു 1 മിനിറ്റിനുള്ളിൽ 1000 ആളുകളുടെ പേര് വെച്ചിട്ട് യുണീക്ക് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ നമുക്ക് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുകയാണ്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പുതിയ കാലത്തെ സാധ്യതകൾ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ അതിൽ
നമ്മുടെ കഴിഞ്ഞ സെക്ഷന്റെ ഒരു സമാപനത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ ജസ്റ്റ് ഒരു സാമ്പിൾ ആണ്. വളരെ പിന്നെ എനർജറ്റിക് ആയിട്ട് വളരെ അത്യാധുനികമായിട്ടുള്ള സൗകര്യത്തോടു കൂടി പിന്നെ AC ഹാളില് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്ത് പോവാം. ഇതിൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാള് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ മൈന്യൂട്ട് ആയിട്ട് മാത്രമേ അദ്ദേഹത്തിന് ശ്രദ്ധിച്ച് കാണാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് അടക്കിയ സാധ്യതകൾ എന്ത് ചെയ്യാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു സെഷന്റെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് ഒക്കെ ഉള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾക്ക് അത് പറയാവുന്നതാണ്. ഓക്കെ, ഇതിപ്പോ കഴിഞ്ഞ ജനുവരിയിൽ നടന്ന പ്രോഗ്രാമാണ്. ഇന്ന് 30 പേരെ നമ്മൾ മാക്സിമം അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം കൂടുതൽ ആളുകൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണെങ്കിലും പുതിയ ഈ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള സാധ്യതകളെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സീരിയസ് എജു ഈ ഒരു പ്രോഗ്രാം ഇത്തരത്തിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഈ സെഷൻ നടത്തുന്ന സമയത്ത് ഈ ഒരു വർക്ക്ഷോപ്പ് മാത്രമല്ല, കേരളത്തിലെ CBSE സ്കൂളുകൾ ദിവസം കണക്കിന് CBSE സ്കൂളുകളിൽ ഇപ്പോൾ ഓൾറെഡി ഈ പ്രോഗ്രാം നടന്നു കഴിഞ്ഞു. ജനറൽ സ്കൂളുകളിലും അതുപോലെ തന്നെ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആക്ടിവിറ്റീസുകളിലൊക്കെ ഈ വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ ഉള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ആ സംഗതികളിലേക്കാണ് നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ഒരു ടീം സ്ട്രക്ചർ ആണ്. വളരെ സന്തോഷം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ അവതരിപ്പിക്കുവാനും ഇതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ ഷെയർ ചെയ്യാനും ഒരു അവസരം കിട്ടിയതിൽ. ഓക്കെ, പിന്നെ ഹാദിയിലേക്ക് വരാം. അതിനു മുമ്പായി കൊണ്ട് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഒന്ന് ചാറ്റ് ചെയ്താൽ നന്നാവും. കാരണം ഇപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചോദിക്കാം. ഹാദിയിലേക്ക് കൈമാറാൻ നിങ്ങൾ അവസാനം വരെ ഇരിക്കണം. നമ്മൾ സെഷൻ വൈകാതെ തന്നെ അവസാനിപ്പിക്കും. ഇനി ഹാദിയിലേക്ക് കൈമാറുകയാണ് മൈക്ക്. ഹാദി. യെസ്, കേൾക്കുന്നു കാണുന്നു ഒക്കെ ഉണ്ടല്ലോ അല്ലെ? സെറ്റ് അല്ലേ സാർ? യെസ്. ഓക്കെ, അപ്പൊ ഇനി പിന്നെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അതായത് നമുക്കറിയാം ഏതൊരു പ്രസന്റേഷനും നമ്മൾ എത്ര ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്താലും ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും മുന്നിലുള്ള ഓഡിയൻസിന് ബോറടിക്കും. അപ്പോ അവിടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തേ പറ്റൂ. ചാർജ് ഇപ്പോ നേരത്തെ ഫോൺ നമ്പറോ മറ്റൊന്ന് ഷെയർ ചെയ്യാത്ത ആളുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം. ഈ ഒരു പ്രോഗ്രാമിൽ ഫർദർ ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊന്ന് ചാറ്റ് ചെയ്യാം. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണെങ്കിലും നിങ്ങളുടെ പേര്, പ്രൊഫഷൻ, ഫോൺ നമ്പർ ഒന്ന് ചാറ്റ് ചെയ്യാം. നേരത്തെ വരാത്ത ആളുകൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കും. ഓക്കെ, നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കാം. ആദ്യം നമുക്ക് പിന്നെ ഞങ്ങൾ ക്ലിയർ ആക്കിയ സാധനങ്ങൾ മൊത്തം പ്രസന്റ് ചെയ്യാനുള്ള ടൈം ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല, ആളുകൾ തിരക്കായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഓക്കെ മുന്നോട്ട് പോവാം. നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ ഇത് എന്നുള്ളത് ആക്ടിവിറ്റീസ്, ഗെയിംസ്, സ്റ്റോറീസ് എന്നുള്ളത് അതുണ്ടെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ഭംഗിയായിട്ട് ഓഡിയൻസിന് എത്ര സമയം പിടിച്ചിരുത്താൻ പറ്റുക. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുഞ്ഞ ആക്ടിവിറ്റിയോട് കൂടി തുടങ്ങാം. ഞാനൊരു 3 കാര്യം ഓർക്കാൻ പറയാം. അത് 3 മനസ്സിലൊന്ന് നോട്ട് ചെയ്യാണ് വേണ്ടത്. ഈ ഒരു ആക്ടിവിറ്റി എന്നുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ എഫക്റ്റീവ് ആകുന്ന, ഓഡിയൻസിനെ മൊത്തം ഇളക്കി മറിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു സ്യൂഡോ സയൻസ് ആണ്. അപ്പോ നോക്കാം നമുക്ക്. അപ്പൊ ഒരു 3 കാര്യങ്ങൾ ഓർക്കാൻ പറയുന്നു. 3 മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്നാമത് ഓർക്കേണ്ടത് മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്ന ഒരു ആനിമലിന്റെ, മൃഗത്തിന്റെ പേര്. ഓക്കെ, മനസ്സിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. പേനുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചാൽ നല്ലതാണ്. കുഴപ്പമില്ല, ഒരു 3 പേരേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ? യെസ്. ഇനി രണ്ടാമത് ഓർക്കേണ്ടത് മനസ്സിലേക്ക് അടുത്തതായിട്ട് വരുന്ന മറ്റൊരു മൃഗത്തിന്റെ പേര് ഓർക്കുക. ഓക്കെ, ഒന്ന് മനസ്സിൽ ആദ്യം വന്ന മൃഗം, രണ്ടാമത് മറ്റൊരു മൃഗത്തിന്റെ പേരും കൂടെ ഓർക്കുക. ഓക്കെ, യെസ്. അപ്പൊ അത് 2 ആനിമലിന്റെ പേര് എല്ലാവരുടെയും മനസ്സിൽ സെറ്റ് ആണ്. ഇനി മൂന്നാമത് മൈൻഡിലേക്ക് കൊണ്ടുവരുന്നത് യെസ് ഒരു ആനിമലിന്റെ പേരും കൂടെ, നെക്സ്റ്റ് വരുന്ന ഒരു ആനിമലിന്റെ പേരും. ഓക്കെ, 1 2 3. യെസ്. ആ 3 പേരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാമോ? 3 ആനിമൽസിന്റെ പേര് എന്തൊക്കെയാന്നുള്ളത്.
സിമ്പിൾ ആക്കി ടൈപ്പ് ചെയ്താൽ മതി. 1, 2, 3 മൂന്നെണ്ണത്തിന്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്യാം. യെസ്, ചാറ്റ് ബോക്സിലേക്ക് വന്നോട്ടെ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിന്റെ അടുത്തും വളരെ എഫക്റ്റീവ് ആയിട്ട് പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ ഒന്നാമത്തെ അനിമലിനെ കുറിച്ച് സൈക്കോളജിയിൽ ഈ സൈക്കോളജിയിൽ പറയുന്നത്, സ്യൂഡോ സയൻസിൽ പറയുന്നത് ലയൺ, റാബിറ്റ്, ഫോക്സ്, ലൈവ, ബുളി പലതും വരുന്നുണ്ട്. വന്നോട്ടെ, ചാറ്റ് ബോക്സിൽ വന്നോട്ടെ. അപ്പൊ ഒന്നാമത്തെ അനിമൽ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വന്നിട്ടുള്ള അനിമലിനെ കുറിച്ച് സൈക്കോളജിയിൽ പറയുന്നത് അതുപോലെ ആയിരിക്കും നമുക്ക് നമ്മെ കുറിച്ചുള്ള ധാരണ എന്നുള്ളതാണ്. ഞാനൊരു ലയണാണ്, ഞാനൊരു ക്യാറ്റാണ്, എലിഫന്റ്, അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ആന, പൊളി. അപ്പൊ അതുപോലെ ആയിരിക്കും നമുക്ക് നമ്മെ കുറിച്ചുള്ള ധാരണ എന്നാണ് സ്യൂഡോ സയൻസിൽ പറയുന്നത്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഇനി രണ്ടാമത്തെ അനിമലിലേക്ക് പോവാം. കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടോ, മറന്നു വരുത്, നമുക്ക് പ്രസന്റേഷനിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ അനിമലിനെ കുറിച്ച് സൈക്കോളജിയിൽ പറയുന്നത് അതുപോലെ ആയിരിക്കും മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള ധാരണ. ഓക്കെ, ഒന്ന് നമുക്ക് നമ്മെ കുറിച്ചുള്ള ധാരണ, രണ്ട് മറ്റുള്ളവർക്ക് അതുപോലെ ആയിരിക്കും നമ്മളെ കുറിച്ചുള്ള ധാരണ. ഓക്കെ, നൈസ്, അടിപൊളി. ഇനി തേർഡ് അനിമലിലേക്ക് പോവാം. മൂന്നാമത്തെ അനിമൽ, അതിനെ കുറിച്ച് പറയുന്നത് മൂന്നാമത് നമ്മുടെ മനസ്സിൽ വന്ന അനിമലിനെ പോലെ ആയിരിക്കും. അതായത് ഒന്ന് നമുക്ക് നമ്മെ കുറിച്ചുള്ള ധാരണ, രണ്ട് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള ധാരണ. ദെൻ തേർഡ് അനിമല് ആക്ച്വലി ശരിക്കും നമ്മൾ എന്താണോ, ദാറ്റ് ഇസ് എ തേർഡ് വൺ. അതാണ് മൂന്നാമത്തെ അനിമൽ എന്നുള്ളതാണ് ഈ ഒരു സ്യൂഡോ സയൻസിൽ പറയുന്നത്. ശരിക്കും നമ്മൾ എന്താണോ, ദാറ്റ് ഇസ് ദ തേർഡ് വൺ. ഓക്കെ, അടിപൊളി, നൈസ് നൈസ്. അപ്പോ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് നമുക്ക് ഒരു സ്റ്റോറിയോട് കൂടി, ഒരു സംഭവത്തോടു കൂടി മുന്നോട്ട് പോവാം. യെസ്, നിങ്ങളെ ഇമോജികളെ കണ്ട് ഒരുപാട് സന്തോഷം, പൊളി. അപ്പോൾ അടുത്തത് ഒരു പിന്നെ സംഭവം പറയാം. ഒരിക്കല് ഒരു ബോസ് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം സമയമായപ്പോ അദ്ദേഹത്തിന് ഭയങ്കര സ്ട്രെസ് വന്ന് ഒരു ടയർഡായി. അപ്പൊ അദ്ദേഹം പിന്നെ തന്റെ പ്രിയപ്പെട്ട PA-നോട്, അസിസ്റ്റന്റിനോട് പറഞ്ഞു കുറച്ച് ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ PA എന്ന് പറഞ്ഞാൽ വളരെ സാധുവായിട്ടുള്ള, സൈലന്റ് ആയിട്ടുള്ള ആളാണ്. ഈ PA വളരെ പതുക്കെ ഇങ്ങനെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോസ് വീണ്ടും വാച്ചിലേക്ക് നോക്കുന്നു. സമയം പോകുന്നതല്ലാതെ ചായ വരുന്നില്ല. ബോസിന് അങ്ങോട്ട് ദേഷ്യം വന്ന് വളരെ വേഗത്തിൽ ബോസ് ഇങ്ങനെ എഴുന്നേറ്റ് ആ PA-ന്റെ അടുത്തേക്ക് നടന്നു പോവാണ്. നിർഭാഗ്യവശാല് അവര് തമ്മിൽ കൂട്ടിമുട്ടി ഈ ചായ നമ്മുടെ ബോസിന്റെ മേല് വീണ് ബോസിന് ദേഷ്യം വന്ന്, അങ്ങനെ ബോസ് ചൂടായി, വളരെ മോശപ്പെട്ട രീതിയിൽ, വളരെ അപകടകരമായ രീതിയിലൊക്കെ ചൂടായി. ഈ PA എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട, സൈലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, വളരെ സ്ലോ ആയിട്ടുള്ള. അങ്ങനെ PA-ക്ക് ആകെ സങ്കടമായി, വളരെ മാനസികമായി വലിയ പ്രയാസമായി. അവസാനം ആ ജോലിനെ ഇട്ടേച്ച് പോയി. ആ ഓക്കെ, ആ ജോലിനെ ഇട്ടേച്ച് പറഞ്ഞോളൂ, ആരോ ഒന്നൊന്ന് പറഞ്ഞോളൂ. ആയിക്കോട്ടെ, കാണാം. ഓക്കെ, മൈക്ക് മ്യൂട്ട് ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ആ ജോലി തന്നെ ഉപേക്ഷിച്ചു പോയി, ആകെ സങ്കടകരമായി. നാളെ ഞാൻ കുറച്ച് ബിസിയാണ്. സുഹൈർ സാർ, നിങ്ങളെ മൈക്ക് ഓൺ ആണെന്ന് തോന്നുന്നു സാർ. സോറി. ഓക്കെ, സെറ്റ്. അപ്പോ ഇവിടെ ചായ തൂക്കി ആകെ സീനായി. ഈ പിന്നെ PA ജോലിയെ ഉപേക്ഷിച്ചു പോയി, അവരെ കുടുംബം തന്നെ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായി. അപ്പൊ ഇവിടെ ചെറിയൊരു ചായ തൂക്കുക എന്നുള്ള സീൻ ഇത്രയും അപകടമായി മാറി അല്ലെ? അപ്പൊ അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെ അപകടമായി മാറാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലെ? ദേഷ്യം, കുറെ സാധനങ്ങളുണ്ട്. ഒരു 2 എണ്ണം ഇതെല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക ചാറ്റ് ബോക്സിൽ പെട്ടെന്ന്. ഈ ഒരു സാഹചര്യം ഇത്രയും അപകടമായിട്ട് ചെറിയൊരു ചായ തൂക്കുക എന്നുള്ള പ്രശ്നം ഇത്രയും വലിയൊരു വിഷയമായി മാറിയതിനുള്ള കുറെ കാരണങ്ങൾ നമുക്കറിയാം. അപ്പൊ ഏതെങ്കിലും ഒരു 1-2 അല്ലെ? ദേഷ്യമുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഏതെങ്കിലും ഒരു 1-2 എല്ലാവരും ഒന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യൂ. യെസ്, വരട്ടെ. കുട്ടി ചോദിക്കുമ്പോൾ പൊതുവെ അവർ പറയാറുള്ള ഉത്തരങ്ങള് ദേഷ്യം, സ്ട്രെസ്, അങ്ങനെ ക്ഷമയില്ലായ്മ, അത്തരം സാധനങ്ങളാണ്. എന്തെങ്കിലും നിങ്ങളെ മനസ്സിൽ തോന്നുന്ന 2 എണ്ണം ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. യെസ്, മുൻകോപം, പൊളി. യെസ്, വന്നോട്ടെ, എല്ലാവരും വേഗം ഒന്ന് ടൈപ്പ് ചെയ്താൽ കാര്യങ്ങൾ സൗകര്യമാണ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവില്ലേ? എല്ലാവരും ടൈപ്പ് ചെയ്യാം. മുൻകോപം, ദേഷ്യം, വാശി, സ്ട്രെസ്, ഇങ്ങനെ ഒരുപാട് റീസൺസ് ആണ് ഈ ഒരു ചുമ്മാ ജസ്റ്റ് ഒരു ചായ തൂകിയ പ്രശ്നം ഇത്രയും വലിയ അപകടമായിട്ട് മാറിയതിനുള്ള കാരണങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ മറ്റൊരു വശം പറയുകയാണെങ്കിൽ, ഈ ചായ തൂകിയത് അല്ലെ, ചായ തൂകിയപ്പോ ബോസിന്റെ മേല് കറയായി, ബോസിന് പൊള്ളി, ബോസിന് ദേഷ്യം വന്നു. അടിപൊളി, അലസത, വാശി, കോപം, സെറ്റ്, ജമീല അല്ലെ? ഓക്കെ, താങ്ക് യു മാം. അപ്പോ പിന്നെ ഈ ഒരു ഇത്തരം കുറെ കാരണങ്ങളാണ് ഇതിന്റെ
വിഷയം എന്നുള്ളത് അല്ലെ. ചായ തൂകിയപ്പോ ബോസിന്റെ മേല് വീണ് കറയായി, ബോസിന് പൊള്ളി, ദേഷ്യം വന്നു. അപ്പൊ അതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഇനി മറ്റൊരു കാരണം എന്നുള്ളത്, അതായത് ചായ തൂകിയപ്പോ ബോസിന്റെ മേല് വീണ് കറയായി, പൊള്ളി അല്ലെ. ഓക്കെ, അങ്ങനെ ആ സീനാകെ ഡാർക്ക്. അപ്പൊ അതിനുള്ള മറ്റൊരു കാരണം, ആ കപ്പിന്റെ അകത്ത് എന്തായിരുന്നു? യെസ്, ചൂടുള്ള ചായ. കപ്പിനകത്ത് ചൂടേറിയ ചായ ആയതുകൊണ്ടാണ് അത് വീണപ്പം പൊള്ളിയത്. അത് ചൂടേറിയ ചായ ആയതുകൊണ്ടാണ് അത് വീണപ്പോൾ കറയായത്. എന്നാൽ ആ ചായക്ക് പകരം വെള്ളമാണെങ്കിൽ അല്ലെ, വെള്ളം കറയെ കഴുകി കളയുന്നതാണ്. വെള്ളം കറയെ കഴുകി കളയുന്നതാണ്. വെള്ളം ചൂടിനെ തണുപ്പിക്കുന്നതാണ്. സോ ഇവിടെ പറഞ്ഞു വരുന്നത്, അകത്തുള്ളത് എന്താണോ അതാണ് പുറത്തേക്ക് വരിക. നമ്മുടെ മനസ്സിനകത്ത് എന്താണോ അതാണ് പുറത്തേക്ക് വരിക. ഇപ്പൊ ക്ലാസ്സിലൊക്കെ നമ്മൾ കാണാറുണ്ട്, രണ്ട് കുട്ടികൾ അടി കൂടുമ്പോൾ ചില കുട്ടികൾ വളരെ മോശമായ രീതിയിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. എന്നാൽ ചില കുട്ടികൾ അപ്പം പോലും മാന്യമായിട്ടായിരിക്കും. അകത്തുള്ളത് എന്താണോ അതാണ് പുറത്തേക്ക് വരിക. കുട്ടികളോട് പറയാൻ പറ്റിയ ഒരു കുഞ്ഞു കഥ. ഓക്കെ, അടിപൊളി. അപ്പൊ ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തത് നമുക്ക് മറ്റൊരു ആക്ടിവിറ്റി ആക്കിയാലോ? അതില് പിന്നെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടുള്ള സംഗതിയാക്കാം. സ്ക്രീൻ നമുക്ക് യെസ്, വളരെ സിമ്പിൾ ആയിട്ട് ഓൺലൈൻ ഓഫ്ലൈൻ പ്രോഗ്രാമിനെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഇതാണ്. ഇതിലൊരു നമ്പർ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയ നമ്പർ ഏതാണ് എന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാൻ കഴിയും. ഇതില് ഒരു സീരീസ് ആണ്, ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ കാറിന്റെ പിക്ചറിലെടുത്ത് ഒരു നമ്പർ കുറവുണ്ട്. അത് ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. സമയം വളരെ കുറവാണ്, നമുക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് മൊത്തം വൈൻഡപ്പ് ചെയ്യണം. കിട്ടുന്ന ഉത്തരങ്ങൾ വെറുതെ ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അയ്യോ, യെസ്, 87 എന്നാണ് പറയുന്നത്. അടിപൊളി. ആണോ? അല്ലേ? അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഈ സാധനം ഒന്ന് തിരിച്ചു പിടിച്ചാൽ മതി. നിങ്ങൾ ഫോൺ ഒന്നെങ്കിൽ നിങ്ങൾ ഫോൺ തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻ ഫോണും തിരിച്ചു പിടിച്ചോളൂ, എന്നാ കിട്ടും അല്ലെ. അതായത് അങ്ങനെയാകുമ്പോ ഈ പാറ്റേൺ എങ്ങനെയാ വരുന്നത്? 86, 87, 88 അല്ലെ, 89, 90, 91. ഓക്കെ, കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, മറന്നുപോകും. ക്ലാസ്സുകളിൽ പ്രസന്റേഷന് പോകുമ്പോൾ കുട്ടികളെ കയ്യിലെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലാണ്. അടുത്ത ഇതിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. യെസ്, ഇത് നമുക്ക് ഓൺലൈൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണ്. ഇവിടെ കുറച്ച് കളേഴ്സ് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് ഓരോരുത്തർ ജസ്റ്റ് വായിക്കുകയാണ് വേണ്ടത്. വായിക്കുന്ന സമയത്ത് ഫസ്റ്റ് ലൈൻ അങ്ങനെ തന്നെ റീഡ് ചെയ്യാം. ദാറ്റ് ഈസ് ബ്ലൂ എന്ന് വായിക്കുക. രണ്ടാമത്തെ ലൈന് യെല്ലോ എന്നാണ് എഴുതിയത്, പക്ഷെ യെല്ലോ എന്ന് വായിക്കല്ല വേണ്ടത്. അതിന് പകരം ഇത് എഴുതാൻ ഉപയോഗിച്ച കളർ പറയാണ് വേണ്ടത്. രണ്ടാമത്തെ ഇതിൽ ഉപയോഗിച്ചത് ഗ്രീൻ കളറാണല്ലോ, അപ്പൊ ഗ്രീൻ എന്ന് പറയാ. തേർഡ് വേർഡ്സ് സെന്റൻസ്, ആ വേർഡ് വായിക്കുക, അടുത്ത ലൈന് കളർ. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് പറയേണ്ടത്. ആദ്യത്തെ ലൈനിലെ വേർഡ്, അടുത്ത ലൈനിന്റെ കളർ, അടുത്ത വേർഡ്, അടുത്ത കളർ. ആരോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? യെസ്, ആർക്കും ഒന്ന് ട്രൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ആക്കി ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. അതായത് ഒന്നുകൂടെ പറയും. ബ്ലൂ ഗ്രീൻ, പിങ്ക് ബ്ലൂ, വയലറ്റ് ഓറഞ്ച്, ബ്ലാക്ക് റെഡ്, വൈറ്റ് ബ്ലാക്ക്. അയ്യോ, പൊളി തകർത്ത്. മാമിന്റെ പേര് സ്ഥലം ഒന്ന് പറയാമോ? എന്റെ പേര് ജമീല. ഓക്കെ, സ്ഥലം പറമ്പത്ത്, അത്തോളിപ്പറമ്പ്, കോഴിക്കോട്. ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി. അപ്പൊ ഇതിങ്ങനെ കൊടുത്തു. ഇനി കുറച്ച് കുട്ടികൾ വായിച്ചാൽ എല്ലാവരും അപ്പോഴേക്ക് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഫസ്റ്റ് ലൈനിന്റെ കളറ്, രണ്ടാമത്തെ ലൈനിന്റെ വേർഡ് വായിക്കാൻ പറയും. ഓക്കെ, ഒരാളോടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് അടുത്തേക്ക് പോവായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്ന സമയം കുറവായതുകൊണ്ട് നമുക്ക് വേഗം അടുത്തേക്ക് പോകാം, അതായിരിക്കും നല്ലത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾ ഓൺലൈൻ പ്രസന്റേഷനിൽ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് കളർ വേർഡ്. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ഇതുപോലെ ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന
ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ പേനയും പേപ്പറും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇതുപോലെ ഒന്ന് എഴുതിയെടുത്തിട്ട് നമ്മൾ ആക്ടിവിറ്റി വരുന്നത് ഇതിൽ എ എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പം എനെയും കണക്ട് ചെയ്യണം, ബിനെയും കണക്ട് ചെയ്യണം, സിനെയും കണക്ട് ചെയ്യണം. കൂട്ടിമുട്ടിക്കാൻ വേണ്ടത് ഒരു വര വരച്ചിട്ട്. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട്, ആ ലൈൻസുകൾ തമ്മിൽ കൂട്ടിമുട്ടരുത്. ഒന്നുകൂടെ പറയുന്നു, സിമ്പിൾ ആക്ടിവിറ്റി ആണ്. ഇതിലെ ലെറ്റർ എനെയും തമ്മിൽ ഒരു വര വരച്ച് കൂട്ടിമുട്ടിക്കണം, കണക്ട് ചെയ്യാം. ബിനെയും തമ്മിലും കണക്ട് ചെയ്യാം, സിനെയും തമ്മിലും കണക്ട് ചെയ്യാം. പക്ഷേ ആ ലൈൻസുകൾ നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യരുത്, അല്ലെങ്കിൽ അത് കൂട്ടിമുട്ടരുത്. ഏതായാലും ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചോളൂ. ഉത്തരം കിട്ടുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലേ നമുക്ക് ലാസ്റ്റ് ഇതിന്റെ ആൻസർ പറയാം. വരച്ചല്ലോ അല്ലെ? ഓക്കെ, അടുത്തതിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് ചാറ്റ് ബോക്സ് തന്ന സൗകര്യമായിരുന്നു. ഇതെങ്ങനെ സർ വരയ്ക്കാം? ആൻസർ പറയണല്ലേ? ഞാൻ പിന്നെ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടാതായി ഐഡിയ കിട്ടുന്നില്ല. കിട്ടുന്നില്ലല്ലേ? എന്നാ ഞാൻ ആൻസർ കാണിക്കാം. ഓക്കെ, ഇത് ഓരോന്നും നമുക്ക് ഒരു 10-20 മിനിറ്റ് നമുക്ക് നമ്മുടെ പ്രസന്റേഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണ്. ഇതാ കൊടുത്ത കുട്ടികൾക്ക് കൊടുത്ത അവർ ഇതിലങ്ങ് ഇരുന്നോളൂ. ആൻസർ ഇതാണ് കേട്ടോ. എനെയും കണക്ട് ചെയ്തു, ബിനെയും കണക്ട് ചെയ്തു, സിയെയും കണക്ട് ചെയ്തു. ലൈൻസ് ഇന്റർസെക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിനൊന്നും നമുക്ക് മറ്റു മെറ്റീരിയൽ ഒന്നും വേണ്ടാനും കുട്ടികൾ അതിൽ എന്തായാലും പേനയും പേപ്പറും ഉണ്ടാവില്ല. അപ്പൊ ഇതങ്ങ് കൊടുത്താല് ഒന്നങ്ങ് ചാർജ് ആക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചല്ലേ? അടുത്തേക്ക് പോയിക്കോട്ടെ. അത് ഒരിക്കലും ഇങ്ങനെ പറയാ നമ്മൾ ചിന്തിക്കൂല, നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് ചിന്തിക്കുക. നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന 10 ലൈഫ് സ്കില്ലിൽ ഒന്നാണ് ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പൊ അതില് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു പോയിന്റ് ആക്ടിവിറ്റി ആണ്. ഏതായാലും ആയാലും ഇതുപോലത്തെ ഒന്നുകൂടെ കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതിന്റെ ആൻസർ ചിലപ്പോ അറിയുന്നവര് ഓക്കെ ഏതായാലും പറയൂ കേട്ടോ, നമുക്ക് നോക്കാം എത്ര പേർക്ക് അറിയാൻ നോക്കാം. ഒന്നുകൂടെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു പസിലാവാം. സ്ക്രീനിൽ 9 ഡോട്ട്സ് കാണാം. ഓൺ ദ സ്ക്രീനിൽ നമുക്ക് 9 ഡോട്ട്സ് ഉണ്ട്. 4 വര വരച്ചിട്ട് ഈ 9 ഡോട്ടിനെ കണക്ട് ചെയ്യാണ് വേണ്ടത്. ഇതിന്റെ മുകളിൽ കൂടെ 4 നേരെയുള്ള വര വരച്ചിട്ട് ഈ 9 പൂജ്യത്തിനെ കണക്ട് ചെയ്യാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, സോറി 2 കണ്ടീഷനാണുള്ളത്. ഒന്ന്, 4ഉം നേരെയുള്ള വരകളായിരിക്കണം, സ്ട്രൈറ്റ് ലൈൻസ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷന് 4 ലൈൻസും കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കണം, തുടർച്ചയായിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, ഉത്തരം അറിയുന്നവരുണ്ട് യെസ് എന്ന് ടൈപ്പ് ചെയ്യണേ. ഉത്തരം അറിയുന്നവരുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യണേ. ഒന്നുകൂടെ പറയുന്നു, ഇതുപോലെ 9 ഡോട്ട് വരച്ചിട്ട് 4 വര വരച്ചുകൊണ്ട് അതിനെ കണക്ട് ചെയ്യാണ് വേണ്ടത്. 4 കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള നേരെയുള്ള വരകൾ. ചുമ്മാ ഒന്ന് ജസ്റ്റ് ചെയ്തു നോക്കൂ. ഓക്കെ, ആൻസർ നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കാണിക്കണോ അതോ ഇപ്പൊ ആൻസർ കാണിച്ചു പോണോ? ഓക്കെ, ആയിക്കോട്ടെ. സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്കിതൊക്കെ കുട്ടികളെ വളരെ എനർജി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിൽ വരുന്നതാണ്. അപ്പോൾ അതിന്റെ കാര്യത്തിലേക്ക് വരാം. ആൻസർ 4 ലൈൻസ്. 5 എണ്ണം വേണമെന്ന് പറഞ്ഞില്ലേ? യെസ്, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 5 എണ്ണം ഉണ്ടായാലേ നടക്കുന്നതാണ് നമ്മൾ കരുതുക. പക്ഷെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ 4 ലൈൻസ് മതി. 1 2 3 4. എങ്ങനെ ഇതില് ലൈൻ ക്രോസ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. നേരത്തെ ആക്ടിവിറ്റിയിലായിരുന്നു ക്രോസ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇതിന് 2 കണ്ടീഷനേ ഉള്ളൂ. 4 വരകൾ ആണ് വേണ്ടത്. ഓക്കെ, അതാണ് മെയിൻ പോയിന്റ്. 4 വര മാത്രമേ പറ്റൂ, അതാണ് മെയിൻ പോയിന്റ്. രണ്ടാമത്തെ അതിൽ വരുന്ന 2 കണ്ടീഷൻ എന്നുള്ളത് 4ഉം നേരെയുള്ള വരകളായിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻസ്.
ദെൻ പേന എടുക്കാതെ വേണം വരയ്ക്കാൻ, തുടർച്ചയായിട്ട് വേണം വരയ്ക്കാൻ. ആ 2 കണ്ടീഷൻ മറന്നു വരുത്. നേരെയുള്ള വരകൾ കണ്ടിന്യൂസ്. യെസ്, ഇത് ഞാൻ കഴിഞ്ഞ ഒരു പ്രോഗ്രാം പോയപ്പോ അന്ന് ക്വസ്റ്റ്യൻ കൊടുത്തു പോന്നു, ഉത്തരങ്ങൾ അടുത്ത ദിവസത്തെ കണ്ടെത്തി എന്ന് പറഞ്ഞു. പിന്നെ മക്കൾക്ക് അത് ഭയങ്കര ആവേശമായി. എന്നിട്ട് അടുത്ത പ്രോഗ്രാമിന് ചെന്നപ്പോ, അടുത്ത ദിവസം ചെന്നപ്പോ മക്കൾ ഇങ്ങനെ ഇതുമായിട്ട് ഇരിക്കുകയാണ്, സാറേ കിട്ടി സാറേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് അങ്ങനെ. അപ്പോ മക്കളങ്ങനെ എനർജി ആക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇതിന്റെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ പൊതുവെ ആൻസർ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ ഇട്ട് കണ്ടാണ് നോക്കുക, പുറമേക്ക് വരയ്ക്കുന്ന വളരെ കുറച്ചായിരിക്കും. അത് നമ്മളൊരു തിങ്കിങ് പാറ്റേൺ ആണ്. ഏതൊരു പ്രശ്നവും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ അകത്തുനിന്നാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുക. പക്ഷെ എല്ലാ പ്രശ്നവും അകത്തുനിന്ന് സോൾവ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. ചില പ്രശ്നങ്ങൾ നമ്മൾ പുറമേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിന് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, 10 ലൈഫ് സ്കില്ല് വരുന്ന പ്രോബ്ലം സോൾവിങ് സ്കില്ലുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അത് പ്രസന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതേ സാധനം ഇപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ പുറത്തേക്ക് വരയ്ക്കുക എന്നുള്ളത്. അപ്പൊ ഇതേ സാധനം 3 ലൈൻസ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്യാൻ നോക്കൂ. 3 ലൈൻസ് വിത്ത് 3 ലൈൻസ്. ഈ പുതിയ ഐഡിയ ഉപയോഗിച്ചിട്ട് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഒക്കെ പാലിച്ചുകൊണ്ട് 3 ലൈൻസ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്തോളൂ. മൂന്ന് ലൈൻസ് ഉത്തരം കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളെ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ, ലോകത്തെ 7 മഹാ അത്ഭുതങ്ങൾ. അപ്പൊ അതില് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുട്ടികളുടെ അടുത്ത് അങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഏറ്റവും വലിയ അത്ഭുതം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് പറയാം, പിന്നെ മനുഷ്യനാണ് ഏറ്റവും വലിയ അത്ഭുതം, കാരണം ഈ സാധനമൊക്കെ ഉണ്ടാക്കിയത് നമ്മളാണല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല, നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചാൽ മതി. സൈക്കോളജിയിൽ പറയുന്ന ഏത് പ്രശ്നത്തിനും 30 സൊല്യൂഷൻ ഉണ്ട് എന്നാണ്, 30 എണ്ണം. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുന്നു. ഇതിന്റെ ഉത്തരം ആർക്കോ കിട്ടിയോ? 3 ലൈൻസ് കൊണ്ട് ഇല്ല. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് 3 ലൈൻസ് കൊണ്ട് ഇത് കട്ട് ചെയ്യാൻ കഴിയൂല. ഓക്കെ, അതായത് ആദ്യം നമ്മൾ പറഞ്ഞു നമ്മള് മനുഷ്യരാണ് ഏറ്റവും വലിയ അത്ഭുതം, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല, പക്ഷെ വ്യത്യസ്തമായിട്ട് അപ്രോച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് 3 ലൈനോട് ഇത് കട്ട് ചെയ്യാൻ കഴിയില്ല. അതിന്റെ മറ്റൊരു വശം, നമ്മൾ വെറും മനുഷ്യരാണ്, നമുക്കൊണ്ട് പറ്റാത്ത, നമ്മൾ തോറ്റുപോകുന്ന, കണ്ണ് നിറയുന്ന, ഹൃദയം പിടയുന്ന, മനസ്സ് വേദനിക്കുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടാവും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വെറും മനുഷ്യരാണ്, എല്ലാവർക്കും ഉണ്ടാവും. ഇതിനെ അതിജീവിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെ, നമ്മളൊരു സ്റ്റെപ്പ് കയറുമ്പോൾ, ഒരു സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ ആദ്യം കാലിന്റെ മുന്നിൽ തടസ്സമാണ്, അതിന്റെ മുകളിൽ കയറി ചവിട്ടുമ്പോൾ ആണ് നമുക്ക് ഉയരാൻ പറ്റുന്നത്. അപ്പൊ പ്രശ്നങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും, അതിന്റെ മുകളിൽ കയറി ഉയരുക എന്നുള്ളതാണ്. ലോകത്ത് വിജയിച്ച് ആരെ നോക്കിയാലും ചെറുപ്പകാലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സഫർ ചെയ്ത് വന്നവരാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് തള്ളി മറിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പോകുന്നു. അടുത്തത് നമുക്ക് വേറൊരു ചുമ്മാ ജസ്റ്റ് ഒരു കഥ പറയാം. ഇതുപോലെ പിന്നെ പ്രസന്റേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കഥ. ഒരിക്കല് ഒരു വലിയൊരു പൈസക്കാരനെ, ഞാൻ വേഗത്തിൽ പറയാട്ടോ, എനിക്കിങ്ങനെ പെട്ടെന്ന് സ്പീഡ് പറയേണ്ട എനിക്ക് തന്നെ ഒരു കംഫർട്ട് ആകുന്നില്ല, പക്ഷെ സമയം കുറവായതുകൊണ്ട് ഒരു 5 മിനിറ്റ് നമുക്ക് നിർത്താം. അപ്പൊ വേഗം പറഞ്ഞു പോവാം. അപ്പൊ ആ കഥക്ക് മുമ്പായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാം. നമുക്ക് ഒന്നിച്ച് 1 മുതൽ 20 വരെ കൗണ്ട് ചെയ്യും. 1 മുതൽ 20 വരെ നിങ്ങൾ മൈക്ക് ഓൺ ആക്കുക, ഒന്ന് പറയാ, ആർക്കും പറയാം, 1 മുതൽ 20 വരെ. ഓക്കെ, ഓരോരുത്തരും ഒരു നമ്പറേ പറയാൻ പറ്റും. അടിപൊളി. ഒറ്റ സെക്കൻഡ്. ഓക്കെ, അപ്പൊ അടിപൊളി. അതിൽ ചെയ്യേണ്ടത്, ഒരാൾ ഒരു നമ്പറേ പറയാൻ പറ്റൂ, അടുത്ത ആള് മറ്റാർക്കെങ്കിലും അടുത്ത നമ്പർ പറയാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒരു നമ്പർ ഒരാളെ പറയാൻ പറ്റും. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരേ നമ്പർ പറഞ്ഞാൽ ഗെയിം ഔട്ട് ആവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒന്നുകൂടെ കളിക്കും. സ്റ്റാർട്ട് ചെയ്തോളൂ, ഓരോരുത്തര് പറഞ്ഞോളൂ. 1 അയ്യോ, 2 വന്ന്, ഒരൊന്നേ പാടുള്ളൂ. ഒന്നുകൂടെ സ്റ്റാർട്ട്. 1 2 3 4 അയ്യോ, പുളി. 5 സെറ്റ്. പോട്ടെ 20 വരെയാണ് പോണ്ടത്. പേടിച്ചിട്ട് മിണ്ടുന്നില്ലല്ലോ, തെറ്റിപ്പോയി ചരിച്ചിട്ട്. പോട്ടെ 6. വേഗം പറഞ്ഞോളൂ. പറഞ്ഞവർക്കും പറയാം കേട്ടോ. 20 വേഗം എത്തിക്കുന്നു, അല്ലെ നമുക്ക് അടുത്ത. 6 7 അയ്യോ, 2 വന്ന് തീരുമാനമായി. 1 മുതൽ 20 വരെ ഒരു നമ്പർ, അല്ല ഒരു നമ്പർ ഒരാളെ പറയാൻ പറ്റും. ഓക്കെ, ഒരാൾക്ക് വീണ്ടും പറയാം. ഫസ്റ്റ് അടുത്ത റൗണ്ട്. പോട്ടെ, സ്റ്റാർട്ട്. 1 2 3 5 6 ഓ, 2 വന്ന് തീരുമാനമായി. 1 മുതൽ 20 വരെ പോണോ? സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ആക്ടിവിറ്റി ഇവിടെ നിർത്താം.
അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതെന്തുകൊണ്ടാണ് ഈ ഗെയിം കൂടുതൽ നമ്മൾ 20 വരെയും വിചാരിച്ചു, ആകെ 7 വരെ പോയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയാതെ പോയത്? രണ്ടാൾ ഒരുമിച്ച് ഒരേ നമ്പർ പറഞ്ഞു. യെസ്, രണ്ടുപേരും ഒരുമിച്ച് ഒരേ നമ്പർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് വിട്ടുവീഴ്ച. ഒരേ നമ്പർ ഇപ്പൊ ക്ലാസ് എന്നൊക്കെ ചെയ്യിക്കുമ്പോൾ ഒരു 5 അല്ലെ 3, 4, 5 കുട്ടികൾ ഒരുമിച്ച് ഇത് പറയും. അപ്പൊ അവരുടെ കൂടെ നമുക്ക് ഇതിന്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ലൈഫ് സ്കിൽ എന്നുള്ളത് വിട്ടുവീഴ്ചയാണ്. ഈ ഗെയിം മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് വിട്ടുവീഴ്ച ഇല്ലാതെ പോയത് കൊണ്ടാണ്, ഒരേ നമ്പർ കുറെ കുട്ടികൾ പറഞ്ഞത് കൊണ്ട്. അപ്പൊ നമ്മുടെ ലൈഫും സുന്ദരമായിട്ട് മുന്നോട്ട് പോകണേ നമ്മൾ വേണ്ടതാണ് വിട്ടുവീഴ്ച എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറിച്ചൊക്കെ പറയാം. പിന്നെ വേറെ കുറെ കാര്യങ്ങൾ പറയാം, പ്ലാനിങ് പറയാം അല്ലെ, അങ്ങനെ ടീം വർക്ക് അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോ അടിപൊളി, വളരെ ഗംഭീരമായിട്ട് എല്ലാവരും അതിൽ അറ്റൻഡ് ചെയ്തു. ഇനി വരുന്നത് കുറെ സാധനങ്ങളുണ്ട്, നമുക്ക് അവസാനിപ്പിക്കാം. ഏതായാലും നിങ്ങൾ 19 പേര് ഇതിലുണ്ടല്ലോ അല്ലെ. അതൊക്കെ അപ്പൊ ഒന്ന് രണ്ട് ഒരു ചെറിയൊരു സ്റ്റോറി പറയാം, വെറുതെ ചുമ്മാ അങ്ങനെ വെറൈറ്റി. ഓക്കെ, അതായത് പിന്നെ ഒരിക്കല് കുറെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഇത് പറയുന്നുള്ള കൺഫ്യൂഷനിലാണ്, സമയം കുറവായത് കൊണ്ട്. ഓക്കെ, പിന്നെ പൊതുവെ നമുക്ക് എല്ലായിടത്തേക്കും ആവശ്യം വരുന്ന ഇത് പറയാം. പിന്നെ കഴിഞ്ഞ ദിവസം അങ്ങനെ മീൻ വാങ്ങാൻ പോയപ്പോ കൂന്തൽ എന്ന് പറഞ്ഞ മീനെ കണ്ട്. കൂന്തൽ മനസ്സിലായല്ലോ അല്ലെ, നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാണോ പറയുന്നതെന്ന് അറിയില്ല. ഓക്കെ, അങ്ങനെ അത് വലിയ ഇഷ്ടമുള്ള മീനായിരുന്നു. അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലേക്ക് വന്ന് എന്റെ വൈഫിന്റെ കൈ കൊടുത്തപ്പോൾ ആ നോട്ടം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ ഓർമ്മയിലേക്ക് വന്നത് ഇവക്ക് ഇത് പറ്റൂലായിരുന്നു എന്ന കാര്യം. ഏതായാലും ഞാൻ പറഞ്ഞു ഈ മുറുക്കി കഴിച്ചോളാന്ന് പറഞ്ഞ് അങ്ങനെ അവളിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോ അവളുണ്ട് ഒരു കൂന്തലെടുത്ത് പൂച്ചക്ക് ഇട്ട് കൊടുക്കും. പൂച്ച കിട്ടിയ ചാൻസിന് അടിച്ചു കയറ്റാണ്. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, എന്ത് പണിയെ കാട്ടുന്നത്, പൈസ ഉള്ള മീനാണ്, കൂന്തളാണ്. അങ്ങനെ പൂച്ച അത് കഴിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ മീനൂട്ട് പൂച്ച കിട്ടു കൊടുക്കുന്നുണ്ട്. അതിലെനിക്ക് ദേഷ്യം വന്ന് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല, അഥവാ എന്തോ പറഞ്ഞിട്ട് ഞങ്ങള് മുറിച്ചോളി എന്ന് പറഞ്ഞ കഴിഞ്ഞല്ല കഥ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ പൂച്ച കിട്ടിയ ചാൻസിന് കഴിക്കുന്നു. പിന്നീടുണ്ട് മൂന്നാമത്തത് എടുത്ത് പൂച്ച കിട്ടു കൊടുക്കും. അപ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞ് പിന്നെ ഞാൻ പാത്രം വാങ്ങി, ഞാൻ പറഞ്ഞു ഞാൻ മുറിച്ചോളാന്ന്. അങ്ങനെ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ആ മീനുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവള് പറഞ്ഞിട്ട് മറുപടി ഉണ്ടായിരുന്നു, ഒരു ആണായ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന പാല് കൊടുക്കുന്ന ഒരു അമ്മയുടെ ശരീരത്തിന്റെ പ്രയാസം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഇവിടുന്ന് എന്ത് തേങ്ങ പറയുന്നത് ഒന്നും മനസ്സിലാവില്ലല്ലോ, കാരണം അല്ലെ. അപ്പോഴാണ് അതിന്റെ കൂടെ പറഞ്ഞത്, അതായത് പിന്നെ ഈ പൂച്ചക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് 3 ദിവസമായിട്ടേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ടാണ് കൊടുത്തത്. അപ്പൊ സംഗതി ഓക്കെ, പിന്നെ ഒന്നും പറയാനില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിച്ചിങ്ങനെ, സോറി, വൈഫിന് ഫുഡൊക്കെ വാങ്ങി തിരിച്ചിങ്ങനെ വരുമ്പോ വീടിന്റെ അടുത്തുള്ള റോഡിന്റെ വളവ്, ആ വളവിന് പൊതുവെ വീട്ടിൽ തന്നെ ഉള്ള ഒരു നാടൻ പൂച്ചാണ്, എന്നെ ബൈക്ക് കാണുമ്പോൾ എന്റെ കൂടെ ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ സാധാ രീതി വരുന്നത് പോലെ അന്നും പൂച്ച അങ്ങനെ എന്റെ ബൈക്ക് കണ്ടപ്പോ ആ വളവിന്റെ അടുത്തേക്ക് കൂടി വന്നതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാല് തട്ടി, അത് ഉരുണ്ടു മറിഞ്ഞ് വീണ് ഭയങ്കര പ്രയാസമായി. കാരണം നമ്മൾ കാരണം ഒരു ജീവൻ പോവാന്ന് പറഞ്ഞാൽ അത്രയും സങ്കടമുള്ള കാര്യമാണല്ലോ. അങ്ങനെ വണ്ടി വേഗം സൈഡാക്കി ഓടിച്ചെന്ന് അതിന്റെ അടുത്തേക്ക് പോയി അതിനെ പതുക്കെ നിവർത്തി നോക്കി. അതിന് അവസാനം കുറച്ച് വെള്ളം കൊടുക്കണമല്ലോ, അപ്പൊ ആ വെള്ളം കൊടുക്കാൻ വേണ്ടി അതിനെ പതുക്കെ നിവർത്തി നോക്കിയപ്പോ ഈ പൂച്ച എഴുന്നേറ്റിട്ട് ഒറ്റ ഓട്ടം. നമ്മളാകെ ഇതായിപ്പോയി, കാരണം മരണപ്പെട്ടു വിചാരിച്ച സാധനം ഓടിപ്പോയി. നോക്കുമ്പോ അത് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് പാൽ എടുത്തുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ അടുത്തേക്ക് വന്ന് അതിനെ പതുക്കെ നിവർത്തി നോക്കിയപ്പോ ഞാൻ മനസ്സിലായത് അത് മരണപ്പെട്ടു പോയിരുന്നു എന്നുള്ളത്. അപ്പോ അവിടെ ഏറ്റവും പ്രയാസം തോന്നിയത് മരണപ്പെട്ടു പോയി എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിന് അവസാനമായി ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ വേണ്ടി നിവർത്തിയപ്പോ ആ പൂച്ച അവസാനത്തെ തുള്ളി വെള്ളം പോലും കുടിക്കാതെ അത് ഓർത്തത് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയാണ്. ഒരു അമ്മയുടെ സ്നേഹം അല്ലെ. നമുക്കറിയാം പൂച്ച കോഴി എന്നൊക്കെ പറഞ്ഞ കോഴികളൊക്കെ നമ്മൾ കാണുന്നതാണ്, കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ കുത്തി ഒടിക്കുന്നതാണ്. എന്നാൽ മനുഷ്യര് എത്രത്തോളം നമ്മളെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് പറയാൻ പറ്റിയ ഒരു സ്റ്റോറിയാണ് രക്ഷിതാവിന്റെ, ഒരു അമ്മയുടെ അച്ഛന്റെ ഒക്കെ സ്നേഹത്തെ കുറിച്ച് ഉള്ളത്. ഓക്കെ, സ്റ്റോറി എന്താണ്, ലൈക്ക് ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ലൈക്ക് എന്നെങ്കിലും തരും, നിങ്ങള് റിപ്ലൈകളൊന്നും കാണുന്നില്ല. എന്താണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യണോ അതോ കുറച്ച് കാര്യങ്ങളോട് ഇങ്ങനെ പോണോ? നമുക്ക് സമയമായിട്ടുണ്ട്. നമുക്ക് ഇനിയും കൂടാ, നമുക്കിപ്പോ പിന്നെ പറഞ്ഞ സമയം സെറ്റ് ചെയ്ത സമയമായിട്ടില്ല. അപ്പോ ഞാൻ ജസ്റ്റ് എല്ലാവരോടും ചോദിക്കുന്നതാണ്, നമ്മളുടെ കഥയിൽ ലയിച്ചു പോയി എന്ന് തോന്നുന്നത്. ഇതിൽ കുറെ ആളുകൾ നമ്മളുടെ ഓൾറെഡി നമ്മളുടെ ഫസ്റ്റ് ബാച്ചിലുള്ള ആളുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നെക്സ്റ്റ് വർക്ക്ഷോപ്പില് ആദ്യം നമ്മൾക്ക് നേരിട്ട് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ ലൈവായിട്ട് തന്നെ പല ഗെയിമുകളും മറ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.
അപ്പൊ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് മുന്നിൽ ചർച്ച ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ ഒരു എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഈ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് നമ്മളുടെ ടെക്നിക്കൽ സ്കില്ല്, നമ്മളുടെ പ്രസന്റേഷൻ സ്കില്ല് നമുക്ക് ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ എഫക്റ്റീവ് ആയിട്ട് ആളുകൾക്ക് പിടിച്ചിരുത്തുന്ന രീതിയിൽ അങ്ങനെ ഒരു മേഖല ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എസ് ടൈപ്പ് ചെയ്യും. ഈ കൂട്ടത്തിന് ഓൾറെഡി പിന്നെ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് എസ് ടൈപ്പ് ചെയ്യാം, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അതായത് നമ്മളുടെ യാത്ര, നമ്മളുടെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്യാം. കുറെ ആളുകൾ പിന്നെ ഉള്ള ആളുകളാണ്. ഈ ഫ്രണ്ട് ബെഞ്ച് ആരാണ് എന്ന് മനസ്സിലായില്ല, ഒന്ന് പേര് സ്ഥലം നമ്പർ ഇട്ടിട്ടുണ്ടോ? കാരണം സൂമിൽ പലരും നിക് നെയിമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അസീസ് എവിടെ സ്ഥലം, നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യോ? ഓക്കെ, ബാക്കിയുള്ള ആളുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇനി എല്ലാവർക്കും ഉള്ള ഒരു ഓപ്പൺ അവസരമാണ്. കൃത്യം നമുക്ക് പിന്നെ അവസാനിപ്പിക്കാം, 9 മണിക്ക് തന്നെ അവസാനിപ്പിക്കാം. നിങ്ങൾക്കുള്ള ഓപ്പൺ അവസരമാണ്. പ്രോഗ്രാമിനെ കുറിച്ചോ സെഷനെ കുറിച്ചോ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളോ അന്വേഷണങ്ങളോ ഉണ്ടെങ്കിൽ ആകാവുന്നതാണ്. പ്രോഗ്രാമിനെ കുറിച്ചോ മറ്റോ അന്വേഷിക്കുകയാണെങ്കിൽ അന്വേഷിക്കാം. ഓക്കെ, മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാവുന്ന കേട്ടോ, എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടെങ്കിൽ. നിങ്ങളെ സ്ഥലം എവിടെയാണ് ജമീല? റെസിഡൻഷ്യല് നിൽക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഈവനിങ്ങിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ്. പറമ്പത്താണ്, പറമ്പത്ത്. റെസിഡൻഷ്യൽ നിർബന്ധമില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ണാടിക്കൽ നിന്നൊക്കെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അവര് ഈവനിങ്ങിൽ പോയിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ സ്കൂളിൽ പറയട്ടെ, നിങ്ങളെ സ്കൂളിലേക്ക് വിളിക്കാം. ഓക്കെ, ഓക്കെ. നിങ്ങൾ എവിടെ സ്കൂളിലാണ്? അൽഹറമീൻ. അൽഹറമീനിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം വന്നിരുന്നു നമ്മള്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിരുന്നു, അംജദ് ഞാൻ ഇവിടെ വന്നിരുന്നു. അതെ, അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഇപ്രാവശ്യം നടന്നോ ടീച്ചേഴ്സ് ട്രെയിനിങ്? ഇല്ലല്ല, ഈ പ്രാവശ്യം ലാസ്റ്റ് വീക്കിലാണ്, മെയ് ലാസ്റ്റ് വീക്കിലാണ് ട്രെയിനിങ്. ഓക്കെ, ശരി. പുതിയ പ്രിൻസിപ്പളൊക്കെ എത്തിയല്ലോ അല്ലെ? പുതിയ പ്രിൻസിപ്പൾ ഓപ്പറേറ്റ് പരിചയപ്പെട്ടില്ല. ഞാൻ ബിപിക്ക് പുതിയ നിങ്ങളെ പറ്റിയിട്ടൊക്കെ പ്രിൻസിപ്പൾ ആരാണ്? പുതിയ പ്രിൻസിപ്പൾ ആരാണ്? സലീൽ ഹസൻ. ഓക്കെ, മനസ്സിലായി. വേറെ ആരെങ്കിലും പ്രോഗ്രാമിന് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. കുറച്ച് ആളുകളേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇപ്പോ പിന്നെ സമയം അധികമായത് കാരണം പോയിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്യാം. വന്ന ആളുകളൊക്കെ ഒന്ന് പിന്നെ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഒന്ന് നിങ്ങളുടെ പേരും നമ്പറും ഒന്ന് ടൈപ്പ് ചെയ്യണേ. ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ. അൻസാർ പുനൂര്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പരിചയപ്പെട്ടില്ലാന്ന് തോന്നുന്നു. സുഹൈൽ ആസിസ് മാഷാണ്. സ്ഥലം പറയും. ഒരുപാട് ആളുണ്ടല്ലോ. പ്ലേസ് സിസ്മാഷയുടെ സ്ഥലം? ഞാൻ വെട്ടത്തൂരാണ്. സുഹൈർ ആസിസ് മാഷാണ്. ജേഴ്സി. മനസ്സിലായി. ഞങ്ങള് പറയും മാത്രം മനസ്സിലായി. പിന്നെ വേറെ പിന്നെ പുതിയ ആളുകൾ കുറച്ച് ആളുകൾ ഉണ്ടല്ലോ. ഈ ഫ്രണ്ട് ബെഞ്ച് എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും ബ്രാൻഡ് ആണോ? അതിന്റെ ചാനലിന്റെ പേരാണ്, യൂട്യൂബ് ചാനലിന്റെ. ഓക്കെ. ബ്രലി ജുമാൻ മാഷ് ഉണ്ടല്ലേ? ഞാൻ ഔട്ട് സൈഡിലാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഒരു കേൾവിക്കാരനായി ഇരുന്നതാണ്. മഷ്കൂർ. ഷീജ എവിടെ സ്ഥലം? പട്ടാമ്പി.
ഓക്കെ ഓക്കെ. ഇവിടെ പട്ടാമ്പി ഏത് സ്ഥാപന ടീച്ചറാണോ? സ്കൂളില്. മൗണ്ടേറയില് അടുത്ത ആഴ്ച ട്രെയിനിങ് പ്രോഗ്രാം ഇല്ലേ? ഉണ്ട് ഉണ്ട്. ഓക്കെ. ഉം. അപ്പൊ നേരിട്ട് കാണാം. നേരിട്ട് കാണാം. ഓക്കെ ഓക്കെ. താങ്ക്സ്. എന്താണ് ഷഹിനെ, സാപ്പിൻ, സമീറ, ബാവ, നമുക്ക് അവസാനിപ്പിക്കുന്ന. നിങ്ങളൊരു ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞത് നന്നായിരുന്നു ഇന്നത്തെ സെഷന്റെ. ബാക്കി നമുക്ക് പിന്നീട് നമുക്ക് ഒരുമിച്ച് കൂടാം. ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്ക് ഇപ്പോൾ ഉള്ള ആളുകളൊന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഒറ്റവാക്കിലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് പറയാം. വീഡിയോ ഓൺ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. 5 മിനിറ്റ് സമയമുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഒന്ന് പറയാം. സാപ്പിൻ, ഷിജ, ഷഹ്ന, ബാവ, ജമീല, അക്ബർ അലി. അസ്സലാമു അലൈക്കും. ജസ്റ്റ് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞോളൂ. ഞാൻ ജമീല. വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. പിന്നെ ചിലതൊക്കെ ക്ലൈമാക്സിൽ എത്തുമ്പം സ്റ്റോറികള് അതിന് ബാക്കി അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കേട്ടില്ല. പക്ഷെ എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും കഥകളും അതുപോലെ ട്രിക്കുകളും ഇനിയും കേൾക്കാനായിരുന്നു ഇഷ്ടം. പക്ഷെ സുഹേൽ സാർ പെട്ടെന്ന് നിർത്താൻ പറഞ്ഞപ്പോ ഭയങ്കര വിഷമം ഉണ്ടായി. ഇനി എന്താ സമയം പോയത് അറിഞ്ഞില്ല. സമയം എടുത്തിട്ട് നമുക്ക് പിന്നെയും കൂടാ. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, നമുക്ക് 9 മണിക്ക് അവസാനിപ്പിക്കേണ്ടതുകൊണ്ടാണ്. ഓക്കെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തോടെ. ഓക്കെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് പറയും. അക്ബർ അലി. കുറെ ആളുകൾ ചാറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയണ്ടോ ഫീഡ്ബാക്ക് ആയിട്ട്? സെഷനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ? ബാവ, നമുക്ക് അവസാനിപ്പിക്കാൻ ടൈം ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷം, ഒരുപാട് ആളുകൾ ഈ ഒരു സെഷനിൽ നമ്മളോട് കൂടെ ഒരുമിച്ച് കൂടി പുതിയ കാലത്ത് പുതിയ സാധ്യതകളെ അന്വേഷിച്ചുകൊണ്ട് ട്രെയിനിങ് എന്ന് പറയുന്ന വലിയൊരു ലോകത്തെക്കുറിച്ച്, അതിന്റെ സാധ്യതകളെ കുറിച്ച്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് സെഷനും അതോടൊപ്പം തന്നെ ചില പ്രാക്ടിക്കൽ ടിപ്സുകളും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്തത്. ഒപ്പം തന്നെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ ആർക്കത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ശുഭരാത്രി നേരുകയാണ്. ഓക്കെ, താങ്ക് യു.